أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أجعل الآلهة إلها واحدا إن هذا لشيء عجاب. وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد. ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. أم عندهم خزائن رحمة ربك العزيز الوهاب. أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്റ്റേജിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്യരെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ അതിമഹത്തായ ഒരു ബന്ധമാണ് കുടുംബം എന്ന കാഴ്ചപ്പാടിന് ഇസ്ലാമിലുള്ളത്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ഇണയെയും സൃഷ്ടിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നാം ഓർക്കേണ്ടതാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം. തുടർന്ന് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു നേരിട്ട് നിരീക്ഷിക്കുന്ന, നേർക്കുനേരെ നിരീക്ഷണം ഏറ്റെടുത്ത ഒരു കാര്യമായിട്ടാണ് കുടുംബ ബന്ധത്തെ പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. കുടുംബബന്ധം പാലിക്കാത്തവൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹം. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ ഒരു ബന്ധമാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇസ്ലാമിലൊരു കുടുംബം ഉണ്ടാകുന്നത് നമുക്കറിയാം, അത് വിവാഹത്തോടെയാണ്. വിവാഹത്തോടെയാണ് കുടുംബത്തിന്റെ തുടക്കം. സാധാരണ പറയാറുള്ളത് വ്യക്തി, കുടുംബം, സമൂഹം എന്നാണ്. വ്യക്തികളിൽ നിന്ന് വ്യക്തികൾ കൂടുമ്പോൾ കുടുംബമുണ്ടാകുന്നു, അത് കഴിഞ്ഞാൽ സമൂഹമുണ്ടാകുന്നു. ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതോടുകൂടെ അവൻ അവന്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബം നന്നാകുവാനും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുവാനും പടച്ചതമ്പുരാൻ നിശ്ചയിക്കുന്ന മാർഗം സൽക്കർമ്മം ചെയ്യലാണ്.
കുടുംബത്തിലെ ഓരോ വ്യക്തികളും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നത് ജീവിതത്തെയും, നേരത്തെ മരണശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു, ആ മരണശേഷമുള്ള കാര്യങ്ങളിലെയും സൗഭാഗ്യത്തിന്, സആദത്തിന് കാരണമാണ് എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ. ഖുർആൻ പറയാം, ആണാവട്ടെ പെണ്ണാവട്ടെ അമില സാലിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവന് ഞാൻ നല്ല ജീവിതമാണ് ദുന്യാവിൽ നൽകുക. ചില ആളുകൾ വിചാരിക്കുന്നത് പണമുണ്ടായാൽ ദുന്യാവിൽ സുഖമായി ജീവിക്കാമെന്നാണ്. ചില വിചാരിച്ചത് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാമെന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വിവിധ രൂപത്തിലാണ്. പക്ഷെ പടച്ച തമ്പുരാൻ പറയുന്നത് അമലുസാലിഹാത്ത് കൊണ്ട് മാത്രമാണ് ദുന്യാവിലും ആഖിറത്തിലും സുഖമായുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ അമലുസാലിഹാത്തിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ, അമലുസാലിഹാത്ത് നമ്മുടെ കുടുംബത്തിൽ നടക്കാവുന്ന രൂപത്തിലായിരിക്കണം കുടുംബത്തിന്റെ കെട്ടുറപ്പ് മുതൽ നമ്മൾ തുടങ്ങേണ്ടത്. ഒരു വ്യക്തി വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നത് സമൂഹത്തിന്റെ ഒരു ബാധ്യതയായിട്ട് പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചതാണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങളിൽ ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ ഇണകളെ ഉണ്ടാക്കി കൊടുക്കണം. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. എന്തിനാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്? സമൂഹത്തിൽ ഒരു കുഞ്ഞു പിറക്കുവാനും ഒരന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഒന്നിച്ച് നടക്കുവാനുമുള്ള സമൂഹത്തിന്റെ അംഗീകാരം നൽകലാണ് ഇസ്ലാമിന്റെ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നടന്നിരുന്ന ഒരു ഫാത്തിമ, ഇനി ആ ഫാത്തിമ ഒരു മുഹമ്മദിന്റെ കൂടെ നടക്കുമ്പോൾ നാം ആരും അയ്യേ മോശം എന്ന് പറയാൻ പാടില്ല. കാരണം ഫാത്തിമക്കും മുഹമ്മദിനും ഒന്നിച്ച് നടക്കാനും കിടക്കാനുമുള്ള സൗകര്യം സമൂഹം നിക്കാഹിലൂടെ ചെയ്തു കൊടുക്കുകയാണ്. വളരെ ലളിതമായ ഒരു ചടങ്ങിലൂടെ, എന്നാൽ വലിയൊരു വാക്കിലൂടെ നടക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കിന് വിലയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നിക്കാഹിന്റെ ചടങ്ങ് എന്ന് മനസ്സിലാക്കണം. പെണ്ണിന്റെ, വധുവിന്റെ വലിയ വരനോട് നിനക്ക് ഞാൻ അവളെ ഭാര്യയാക്കി തന്നു എന്ന് പറയുന്നതോടുകൂടെ ഇസ്ലാമിലെ നിക്കാഹ് പൂർത്തിയാവുകയാണ്. ആ നിക്കാഹ് പൂർത്തിയാകുന്നതോടുകൂടെ തന്നെ ഒരു വ്യക്തി എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണ്. പടച്ച തമ്പുരാൻ പറയുന്നത്, ഇയകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അവര് പാവപ്പെട്ട ആളുകളാണെങ്കിൽ, ഫഖീർമാരാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ഐശ്വര്യം കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് അവനെ ഐശ്വര്യമാക്കി മാറ്റുമെന്നാണ്. വിവാഹം കഴിച്ചതുകൊണ്ട് ആരും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന്. അത് മഹർ കൊടുത്ത് വിവാഹം കഴിച്ചാലും, അതുപോലെ തന്നെ പാവപ്പെട്ട വിവാഹം കഴിച്ചാലും, വിവാഹം കഴിച്ചവരാരും പിന്നീട് ജീവിക്കാൻ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട ഒരു ചരിത്രം നമ്മുടെ മുന്നിലില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് വെറുതെയല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും വിവാഹത്തിന്റെ മഹർ കൊടുക്കുക എന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വയം വിവാഹം കഴിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പിതാവ് അല്ലെങ്കിൽ വലിയ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. സ്വയം അവൾക്ക് അത് അവകാശമില്ല. ആ ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു പുരുഷൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീക്ക് മഹർ കൊടുക്കണം എന്നതാണ്. ഒരു സമ്മാനം എന്ന നിലക്ക് നിങ്ങൾ സ്ത്രീക്ക് മഹർ കൊടുക്കണം. സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലർക്കും സമ്മാനം കിട്ടുമ്പോൾ സന്തോഷമുണ്ടാവാറുണ്ട്. ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സമ്മാനം കിട്ടുമ്പോൾ സന്തോഷിക്കാത്ത ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ മഹദികളായിരിക്കും. വിവാഹത്തിന് സമ്മാനം എന്ന നിലക്ക് മഹറിന്റെ അവന്റെ ആഭരണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, മഹറായി എന്തെങ്കിലും കൊടുക്കുമ്പോൾ സന്തോഷത്തെക്കാൾ ഉപരി എന്നെ ഇവനെ കൊണ്ട് കല്യാണം കഴിക്കാൻ എന്റെ പിതാവ് കിടപ്പാടം വിറ്റിട്ടാണല്ലോ, എന്നിട്ടാണ് എനിക്ക് തുച്ഛമായി ഈ ഒരു സംഗതി സമ്മാനമാണത്രേ എന്ന് പറയുമ്പോൾ സമ്മാനം കിട്ടുമ്പോ കരച്ചിൽ വരുന്ന ഒരു വിഭാഗമായി നമ്മുടെ യുവതികൾ മാറിയിട്ടുണ്ട്. കാരണം ഒരു പുരുഷൻ അവന് വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. പ്രവാചകന്റെ മുന്നിൽ വന്ന് ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, പോയി നോക്ക് മഹർ കൊടുക്കാൻ വല്ലതുമുണ്ടോ, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്ന.
ഒന്നുമില്ലാഞ്ഞിട്ട് പ്രവാചകൻ അവസാനം എനിക്ക് ഖുർആൻ അറിയാം, ആയത്തുകൾ അറിയാം, സൂറത്തുകൾ അറിയാം, അതുകൊണ്ട് ഖുർആൻ, നിനക്കറിയുന്ന ആ ആയത്തുകൾ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അവളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു എന്ന് പ്രഖ്യാപിച്ച ആ വിവാഹത്തിന്റെ പിന്നിൽ ആരും തന്നെ അന്വേഷിച്ചു പോയി ആ പാവപ്പെട്ട മനുഷ്യൻ പിന്നീട് ഫക്കീറായി തെണ്ടി നടന്ന ചരിത്രമൊന്നും ഹദീസിന്റെ ചരിത്രങ്ങളില്ല. കേട്ടിക്കണോ നിങ്ങൾ അങ്ങനെ ഒരു ചരിത്രം? വിവാഹം കഴിക്കുമ്പോൾ മഹർ വാങ്ങാഞ്ഞിട്ട്, സ്ത്രീധനം വാങ്ങാത്തത് കൊണ്ട്, വിവാഹം കൊടുക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട്, വിവാഹം കഴിച്ച് വീടും പുരയും ജോലിയുമില്ല, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും വീട്ടിലില്ലാത്തവൻ കല്യാണം കഴിച്ചത് കൊണ്ട് അവൻ പിന്നീട് തെണ്ടി നടക്കേണ്ടി വന്നു എന്നൊന്നും ഇസ്ലാമിക ചരിത്രത്തിലില്ല. അള്ളാഹു പറയുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ ഫഖീറന്മാരാണെങ്കിൽ പോലും ഇസ്ലാമികമായി നിങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ നിങ്ങൾ ഐശ്വര്യവാനാക്കുമെന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. എന്താ കാരണം? സലാസുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔലുഹും, 2-3 ആളുകളെ സഹായിക്കൽ പടച്ചതമ്പുരാൻ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്. പടച്ചോനത് സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാരാണ് സഹായിക്കുന്നത്? അന്നാകിഹു യുരീദുൽ അഫാഫ്, ചാരിത്ര ശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന പുരുഷനെ സഹായിക്കുക എന്നത് പടച്ചതമ്പുരാൻ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്, പടച്ചവൻ തന്നൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ ഇന്ന് സമ്പത്തിനേക്കാളേറെ, മറ്റുള്ള എല്ലാ കാര്യത്തിനേക്കാളേറെ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ, ഇസ്ലാമികമായ ഒരു ജീവിതം തന്റെ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ തിരഞ്ഞെടുക്കേണ്ടത് ദീനിനെയാണ്. 3-4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കാറുണ്ട്. സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, തറവാട് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കാറുണ്ട്. വിവാഹം കഴിക്കുമ്പോ ദീനുള്ളവളെ തിരഞ്ഞെടുത്തോ, മതമുള്ളവളെ തിരഞ്ഞെടുത്തോ, കാരണം അത് പരാജയപ്പെടില്ല, ആ സൗന്ദര്യം നഷ്ടപ്പെടില്ല. നമുക്കറിയാം, കല്യാണത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിലെ റോഡ് പോലെയുള്ള റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. 5-6 മാസം കല്യാണം അന്വേഷിച്ച് നടന്നു. ഗൾഫിൽ നിന്ന് വന്ന ചെറിയ ചെറുപ്പക്കാർ കാണിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകളാണ്. 5-6 മാസം പെണ്ണ് തെരഞ്ഞ് നടന്ന് പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് കല്യാണം ഫിക്സായി. സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ടുവരുമ്പോ തന്നെ ആക്സിഡന്റ് പറ്റി, അവളുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. തറവാടുണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ മതമുണ്ടോ, മതം നോക്കിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ഇവന്റെ മരണം വരെ നിലനിൽക്കുന്ന ബന്ധമായിരിക്കും. അതാണ് അമലുസ് സാലിഹാത്ത്, മരണം വരെ ചെയ്യുവാനും മരിക്കുന്ന നേരത്തും അമലുസ് സാലിഹാത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചു പോകുവാനും സാധിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് വിവാഹാലോചന വരുമ്പോൾ സമ്പത്തില്ല എന്ന പേരിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മടക്കിവിട്ടാൽ, നിങ്ങളുടെ മരുമക്കളായി വരാൻ ആഗ്രഹിക്കുന്ന ദീനും സ്വഭാവവുമുള്ള, മതവും സ്വഭാവശുദ്ധിയുമുള്ള ഒരുത്തൻ നിങ്ങളെ മകളെ കല്യാണം അന്വേഷിച്ചു വരുമ്പോൾ ഫസവ്വിജൂഹു, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ? അതിന്റെ നാശം ദൂരവ്യാപകമാണ് എന്നാണ്. നോക്കൂ, ഇവിടെ മഞ്ചേശ്വരത്തുള്ള ഈ സ്ഥലത്തുള്ള ഒരു മനുഷ്യൻ തന്റെ മകളെ സൗന്ദര്യമുള്ള, ഞാൻ പറഞ്ഞു വന്നത്, വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വഭാവവും മതവുമുള്ള ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ അതിലുള്ള കുഴപ്പം ദൂരവ്യാപകമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയെ നാം ആ വിഷയം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നമുക്ക് മാത്രമാകില്ല, ലോകത്ത് തന്നെയും അത് ഫസാദ് ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ്. പത്രം വായിക്കുന്ന അനുഭവങ്ങൾ ഒരുപാടുള്ള നിങ്ങളോട് ഞാനത് വിശദീകരിക്കേണ്ടതില്ല. വിവാഹം കഴിക്കുന്നതോടുകൂടെയാണ് ഒരു പുരുഷൻ ഒരു കുടുംബനാഥനായി മാറുന്നത്. പിന്നീട് അവന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാവിനും പിതാവിനുമുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളാകുമ്പോൾ കുടുംബത്തിൽ പിന്നെ പിതാവും മാതാവും എന്ന ഒരു സങ്കല്പം കുട്ടിക്കും ലഭിക്കുന്നു. ചുരുക്കത്തിൽ കുടുംബം എന്ന് പറയുന്നത് മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ഒരു പ്രത്യേകമായ ബന്ധമാണ് ഇസ്ലാമിലെ കുടുംബം. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ
ആ വീട്ടിലുണ്ടാകുന്നതാണ് സൗഭാഗ്യം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ പറയാറുള്ളത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ്. എല്ലാവരും കൂടി കൂടുമ്പോൾ കുടുംബത്തിൽ ഒരു ഇമ്പമുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. വാപ്പയും മക്കളും കുട്ടികളും ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ കൂടുമ്പോൾ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ആ ഇമ്പമുണ്ടാവണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം കുടുംബത്തിൽ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അവിടെ കുടുംബത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് കുടുംബത്തിൽ സൗഭാഗ്യമുണ്ടാകുന്നത്. അങ്ങനെയാണ് പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിലെത്തുന്ന ഒരു കുടുംബമായി ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ഒരേപോലെ സ്വർഗത്തിലേക്ക് എത്തണമെന്ന പ്രാർത്ഥനയുണ്ടാകുന്നു. അങ്ങനെ സ്വർഗത്തിലെത്തി ശാശ്വതമായ ഒരു ജീവിതം നാം ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ കടമ നിറവേറ്റണമെന്നാണ്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അവൻ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നത് അവന്റെ ഉത്തരവാദിത്തമാണ്. ആ ഭാര്യക്കും മക്കളെയും ചെലവിന് കൊടുത്ത് നോക്കുക എന്നത് അവന്റെ ഉത്തരവാദിത്തമാണ്. നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം. അവളെ ചീത്ത പറയാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല. കാരണം അത് ചുംബിക്കാനുള്ള മുഖമാണ്, അടിക്കാനുള്ള മുഖമല്ല. നാണമില്ലേ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അടിക്കുന്നു, രാത്രി ആ ഭാര്യയുമായി നിങ്ങൾ ശയിക്കുന്നു, നിങ്ങൾക്കതിന് നാണമില്ലേ? അതൊരു പിശാച്ചിന്റെ പെൺപിശാച്ചും ആൺപിശാച്ചും തമ്മിൽ കണ്ടതുപോലെയാണ്. പ്രവാചകൻ അധിക്ഷേപിക്കുകയാണ്. ഭാര്യയോട് സ്നേഹം നൽകാൻ ഭർത്താവിന് കഴിയണം. ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 100% സ്നേഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവളുടെ ഉത്തരവാദിത്വം ഭർത്താവിനെ 100% അനുസരിക്കുക എന്നതാണ്. നമുക്കറിയാം, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഭാര്യ ഖദീജ ബീവിയായിരുന്നു. ആയിഷ ബീവി ഏറ്റവും ചെറിയ പ്രായമുള്ള ഭാര്യ എന്ന നിലയ്ക്ക് പലപ്പോഴും പ്രവാചകനോട് ചോദിക്കും, അല്ല പ്രവാചകരെ, നിങ്ങൾക്ക് കല്യാണം തന്നെ കഴിക്കാത്ത മാതിരിയാണല്ലോ, നിങ്ങൾക്ക് ഖദീജ അല്ലാതെ വേറെ സ്ത്രീകൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് പ്രവാചകൻ പറയും, അല്ല ആയിഷ, അങ്ങനെ പറയരുത്. ആ ഖദീജയെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഖദീജന്റെ സഹോദരി ഹാലാ ബിൻത് ഖുവൈലിദ് കയറി വരുമ്പോൾ, അയ്യോ ഖദീജയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ആഹ്ലാദം പ്രകടിപ്പിക്കാറുണ്ട്. ഖദീജയെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അവളാണ് എനിക്ക് സഹായം നൽകിയവൾ, അവളിൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നഹാ കാനത്ത് വകാനത്ത്, ഭാര്യമാർ ഒരുപാടുണ്ടായിട്ടും ഖദീജയുടെ പേര് കേൾക്കുമ്പോൾ പ്രവാചകൻ ആ ധാരാളക്കണക്കിന് ആഹ്ലാദത്തോടുകൂടെ പ്രവാചകൻ വാചാലനായി പറയാറുണ്ടായിരുന്നു. എന്താണ് കാരണം? നമുക്കറിയാം. പ്രവാചകന്റെ ദഅവത്തിന് സപ്പോർട്ട് ചെയ്തത് പ്രവാചകന്റെ ആദ്യത്തെ ഭാര്യ ഖദീജ ബീവി ആയിരുന്നു. മലയുടെ മുകളിൽ പോയിരുന്ന് അവിടെ നിന്ന് പേടിച്ചരണ്ട് വന്ന മഹാനായ പ്രവാചകൻ സ്വീകരിച്ചത് പ്രവാചകന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ടുള്ള സ്വീകരണമായിരുന്നു. എനിക്ക് പുതച്ചു തരൂ ഖദീജ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പോലെ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ രാത്രി അവിടെ ഇവിടെയും പോകണ്ട എന്ന് പറഞ്ഞില്ലേ? പേടിച്ച് വരച്ച് ഒരു കയറി വരാൻ കണ്ട സ്ഥലമാണിത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ ആ പ്രവാചകൻ ആവശ്യപ്പെട്ട പുതപ്പിട്ട് തരൂ എന്ന് പറഞ്ഞപ്പോൾ പുതപ്പിട്ട് മൂടിക്കൊടുത്ത് പ്രവാചകൻ ആശ്വാസം നൽകുകയാണ്. പ്രവാചകരെ, അങ്ങയെ ഒരിക്കലും അല്ലാഹു വിഷമിപ്പിക്കില്ല. എന്തിനാണ് അങ്ങ് ഇങ്ങനെ വിഷമിക്കുന്നത്? താങ്കൾ നല്ല മനുഷ്യരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്, പാവങ്ങളെ വിഷമതകൾ കണ്ടറിയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച ആ വാക്കുകൾ പ്രവാചകൻ ഖദീജ ബീവിയുടെ മരണശേഷവും എപ്പോഴും ഓർക്കുകയും പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ആടിനെ അറുക്കുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം ഖദീജയുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു എന്ന. നമ്മുടെ നാട്ടിലെ പല ആളുകളും അങ്ങനെ ഖദീജ ബീവിയുടെ പേരിൽ മൗലൂദ് ഓതിയിരുന്നു, ആടിനറുത്തിരുന്നു, എന്നിട്ട് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് അതിന് വ്യാഖ്യാനിക്കാറ്. പക്ഷേ ഒരു ഭാര്യയോടുള്ള ഭർത്താവിന്റെ സ്നേഹവും ഒരു ഭാര്യ ഏതു നിലക്കാണ് ഭർത്താവിനോട് പെരുമാറേണ്ടതെന്നുമെന്ന ഉത്കൃഷ്ടമായ ഒരനുസരണശീലത്തിന്റെ ഉദാത്ത മാതൃകയാണ് പ്രവാചകൻ അതിലൂടെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു നല്ല പെണ്ണാരാണ്? സൗന്ദര്യമുള്ളവളല്ല, സമ്പത്തുള്ളവളല്ല, വിദ്യാഭ്യാസമുള്ളവളല്ല, മറിച്ച് ഒരു നല്ല പെണ്ണ്. നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. നോക്കൂ, ഒരു ഭർത്താവ് ഒരുപാട് വിഷമതകളുമായി വീട്ടിലേക്ക് കയറി വരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ തന്റെ ജോലി സ്ഥലത്തും തന്റെ ഓഫീസിലും ഉണ്ടായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ
അതിലും വലിയ പരാതിയുടെ കെട്ടുമായി ആ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഒരു പെണ്ണ്. ഈ പെണ്ണാണ്, സൗന്ദര്യമുണ്ട്, പക്ഷേ ഭർത്താവിന്റെ മുഴുവൻ പ്രയാസങ്ങൾക്കും കാരണം ഈ പെണ്ണാണ് എങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭർത്താവിന്റെ മനസ്സിലുള്ള പെണ്ണിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സദാസമയത്തും ഈ പെണ്ണിനെ കാണുമ്പോഴേക്ക്, ഈ സ്ത്രീയെ കാണുമ്പോഴേക്ക് വിഷമതകൾ അനുഭവിക്കുന്ന ഒരു ഭർത്താവിനെയല്ലേ കാണുന്നത്. മറിച്ച് അട്ടപ്പാതിര രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്റെ ഭർത്താവിന് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദീനുള്ള ഒരു പെണ്ണിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കിട്ടാൻ പ്രയാസമാണ്, എങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു പെണ്ണ് രാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, എത്ര നല്ല മനുഷ്യരാണ്, ഒരു മനുഷ്യൻ എത്ര നല്ലവനാണ്. രാത്രി എഴുന്നേൽക്കുന്നു, തന്റെ ഭാര്യയെ വിളിക്കുന്നു, അവൻ ഭാര്യ എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ച് രണ്ടുപേരും കൂടി നമസ്കരിക്കുന്നു, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എത്ര നല്ല സ്ത്രീയാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ രാത്രി എഴുന്നേൽക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്നു, മുഖത്ത് വെള്ളം തെളിക്കുന്നു, ഉണർത്തുന്നു, രണ്ടുപേരും കൂടെ നമസ്കരിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എത്ര നല്ല പുരുഷനാണ്, എത്ര നല്ല സ്ത്രീയാണ്. അതാണ് കുടുംബജീവിതത്തിന്റെ ഐശ്വര്യം. നിങ്ങൾക്കറിയോ, പല വീടുകളുമുണ്ട് ഇന്ന് നമുക്കറിയാം. പല വലിയ വീടുകള്, വലിയ ഭവനങ്ങള്, കെട്ടിടങ്ങള് നമുക്ക് കാണാം. മുന്നിൽ ഏറ്റവും നല്ല കാറ് വാങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കിയാൽ, അവിടെ നിന്ന് അന്വേഷിച്ചാൽ അവിടുത്തെ വല്ലിപ്പയും വല്യമ്മയും തമ്മിൽ തെറ്റാണ്, അവിടുത്തെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാണ്. എങ്ങനെയാണ് ആ വീട്ടില് പുറമെ നിന്ന് നോക്കുമ്പോ നല്ല അലങ്കൃതമായ വീടാണ്, ഭവനമാണ്, പക്ഷേ ഉള്ളിലെ സ്ഥിതി ഇതാണ്. മറിച്ച് അതിന്റെ ഉള്ളിൽ സുഖമായി സുന്ദരമായി സന്തോഷത്തോടുകൂടെ പരസ്പരം സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമസ്കാരങ്ങളും ഇബാദത്തുകളും അത് നിർവഹിച്ചുകൊണ്ട്, ഫർള് നമസ്കാരത്തിന് ഒന്നിച്ച് പള്ളിയിലേക്ക് പോയി സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിച്ചുകൊണ്ട് മക്കളും ഭാര്യയും കുട്ടികളുമായിരിക്കുന്ന, അവർ സല്ലപിക്കുന്ന, സംസാരിക്കുന്ന, തമാശകൾ പറയുന്ന, കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, പഴയകാല ചരിത്രങ്ങൾ ഉപ്പ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടേക്ക് നമ്മുടെ കുടുംബം എത്തുമ്പോഴാണ് ജീവിതത്തിൽ ഒരു നല്ല സുഖം അവനെ ജീവിക്കാൻ ഞാൻ നൽകുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞത്. അപ്പോൾ ഭാര്യ ഭാര്യയുടേതായ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്, ഭർത്താവ് ഭർത്താവിൻ്റെതായ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ നോക്കുക എന്നത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്തമാണ്. ചെറിയ കുട്ടികളെ പ്രായപൂർത്തിയാക്കി വളർത്തുക. പ്രായപൂർത്തിയാക്കി വളർത്തുമ്പോൾ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ദീനിനെ കുറിച്ചുള്ള, മതത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുക എന്നത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട്, എന്റെ മോൻ നന്നാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ശരിയാകുന്നില്ല. ഇവിടെ നോക്കൂ, അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. എന്റെ മകൻ അവൻ 15 വയസ്സായി, പ്രായപൂർത്തിയായി. എന്നിട്ട് ആ പ്രായപൂർത്തിയായ സമയം കൊണ്ട് ഞാൻ അവൻ ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ മുഴുവനും പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ പ്രായപൂർത്തിയായതിനു ശേഷം അവൻ നന്നായില്ല എങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കില്ല. മറിച്ച് ഈ മകന്, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ പിതാവ് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ചെയ്തു കൊടുക്കാതെ 15 വയസ്സായിട്ട് കുട്ടി പിഴച്ചു പോകുമ്പോൾ ഇനി അവന്റെ കാര്യം അവൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ രക്ഷിതാവ് കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് ബാധ്യതയുണ്ട്. മക്കളോടുള്ള ബാധ്യത മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യത പോലെ, ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യത പോലെ തന്നെ ആ കുട്ടിക്ക് പിതാവിനോടുള്ള ബാധ്യത പോലെ തന്നെ പിതാവിന് കുട്ടിയോടും ചെയ്തു തീർക്കേണ്ട ബാധ്യതയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഒരു പിതാവ് കയറി വരികയാണ്. ഈ കുട്ടി ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, ഖലീഫ അങ്ങൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി തിരിച്ചു ചോദിച്ചു, അല്ല ഖലീഫ, ഒരു പിതാവിന് തന്റെ മക്കളോട് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? പിതാവ് പറഞ്ഞു, അയ്യുഹ്സിന ഇസ്മഹു, അവന് നല്ല പേരിടണം, നല്ല പേരിടണം. അതുപോലെ തന്നെ നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം, നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം. യുവാക്കളെ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരെയല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മയെയാണ്. അല്ലേ? നമ്മൾ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ആരും ചിന്തിക്കാറുണ്ടാവില്ല. നമ്മൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അല്ല, മറിച്ച് നമ്മുടെ കുട്ടിയുടെ ഉമ്മയെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന ബോധം വേണം. അപ്പോൾ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോ നല്ല ബോധം വേണം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ ഒരു മജൂസിയാണ്. എന്റെ ഉപ്പ കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തത് ഒരു മജൂസിയായ ഒരു പെണ്ണിനെയാണ്, തീയൻ ആരാധിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് എന്റെ ഉപ്പ പേരിട്ടത് ജുഅല് എന്നാണ്, വണ്ട് എന്നർത്ഥമുള്ള മോശമായ പേരാണ് ഇട്ടത്. പേര് പോലും സൂക്ഷിക്കണം.
പേര് പോലും ഇടുന്നത് സൂക്ഷിക്കണം. കുട്ടി പറയാ, ഖലീഫ, എന്റെ പിതാവ് എനിക്ക് പേരിട്ടത് ജുഅൽ, വണ്ട് എന്നർത്ഥം വരുന്ന മലവും അതുപോലെ മറ്റു വിസർജ്യങ്ങളും ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ആ ഒരു വസ്തുവിന്റെ ജന്തുവിന്റെ പേരാണ് എനിക്കിട്ടത്. അതുപോലെ നല്ല കാര്യം എന്താണെന്ന് എന്റെ പിതാവ് എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഉടനെ തന്നെ ഖലീഫ പറഞ്ഞു, നീയല്ല കുറ്റക്കാരൻ, നിന്റെ മോനെ നീയല്ല കുറ്റക്കാരൻ, നിന്റെ പിതാവാണ് കുറ്റക്കാരൻ. അവനെ നോക്കേണ്ട സമയത്ത്, അവനെ നോക്കേണ്ട സന്ദർഭത്തിൽ അവനോട് നീ മര്യാദ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് മര്യാദ പാലിക്കേണ്ട സമയം വന്നപ്പോൾ അവൻ നിന്നോടും മര്യാദ പാലിക്കുന്നില്ല. പ്രവാചകന ഹദീസിൽ അങ്ങനെ പ്രയോഗം. അവൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ മുമ്പ് നീ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, പ്രായപൂർത്തിയായി മക്കൾ ബുലൂഗാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി വളർന്നു വരിക എന്നത് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായപൂർത്തിയായതിന്റെ ശേഷം അവന്റെ കാര്യത്തിനായല്ലോ, ഞാനിനി അവനെ നിയന്ത്രിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് മതപരമായ വിജ്ഞാനം കുട്ടികൾക്ക് നൽകുക എന്നത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നോക്കൂ, ചെറിയ കുഞ്ഞുങ്ങളോട് പോലുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഹോസ്പിറ്റലുകളിലും ആദ്യകാലത്തില്ലാത്ത ചില ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് കുട്ടികളെ മുലയൂട്ടുന്നതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഖുർആനിലേക്കൊന്ന് മടങ്ങി നോക്കൂ. ഖുർആനില് 2 വർഷം മുലയൂട്ടട്ടെ എന്നത് അള്ളാഹു കൽപ്പിച്ചതാണ് സ്ത്രീകളോട്. പക്ഷേ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് കുട്ടിക്ക് കുപ്പിപ്പാൽ കൊടുത്ത് വഞ്ചിക്കുന്ന മുസ്ലിം സ്ത്രീകൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നാറില്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാതാവിന്റെ പാല് കുടിക്കുന്ന കുട്ടിക്ക് വലുതാകും തോറും മാതാവിനോടും ഉമ്മയോടും സ്നേഹമുണ്ടാകുമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് സ്നേഹം കുപ്പിയോടാണ്. ചെറുപ്പത്തിൽ തന്നെ കിട്ടുന്നത് കുപ്പിയാണ്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുപ്പി കിട്ടുമ്പോ വലുതായാൽ കുട്ടിക്ക് കുപ്പിയോട് സ്നേഹമുണ്ടാകും, മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. കിട്ടുന്ന പാല് മൃഗത്തിന്റെ പാലാണ്. അതാരാ ശ്രദ്ധിക്കേണ്ടത്? ഖുർആനനുസരിച്ച് നമ്മുടെ അമലുകൾ ചിട്ടപ്പെടുത്താത്തുമ്പോൾ നമ്മുടെ സ്വഭാവം മോശമാകുന്നതിൽ, കുട്ടികളുടെ സ്വഭാവം മോശമാകുന്നതിൽ, കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരുവിധം കാരണക്കാര് നമ്മൾ തന്നെയാണ്. അപ്പോൾ കുട്ടിയോട് നമുക്ക് ബാധ്യതയുണ്ട്, കുട്ടിക്ക് പിതാവിനോട് ബാധ്യതയുണ്ട്, അല്ലേ? എപ്പോഴാ ബാധ്യത? ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് മാതാപിതാക്കൾ വലുതാകുമ്പോൾ, നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിലുള്ള 65 80 വയസ്സായ ഒരു പിതാവിനെ നോക്കാനും നമ്മുടെ വീട്ടില് 6 മാസം പ്രായമായ കുഞ്ഞിനെ നോക്കാനും ഒരേ പണിയാണ്, അല്ലേ? നമ്മുടെ വീട്ടിലുള്ള 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കാനും 80 വയസ്സ് പ്രായമുള്ള നമ്മുടെ ഒരു പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിനെ നോക്കാനും ഒരേ ജോലിയാണ്. പിതാവിനെ നോക്കാൻ കുറച്ചും കൂടി പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ നോക്കാറുള്ളത്. നമ്മുടെ ഒരു ചെറിയ കുട്ടി ഒന്ന് വീഴുമ്പോഴേക്ക് ആ കുട്ടിയെ താലോലിക്കാനും ഓമനിക്കാനും നമ്മൾ തയ്യാറാകുന്നു. പക്ഷേ 80 വയസ്സായ പിതാവ് ഒരല്പം വെള്ളം ചോദിച്ചാൽ അതൊന്ന് സന്തോഷത്തോടു കൂടി എടുത്തു കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. ഞാൻ ജിഹാദിന് പോകട്ടെയോ ചോദിക്കാം, പ്രവാചകരോടൊന്ന് ചോദിക്കാം, ഞാൻ ജിഹാദിന് പോകട്ടെ. എന്താ പ്രവാചകൻ ചോദിച്ചത്? നിന്റെ വീട്ടിൽ വയസ്സായ ഉമ്മയും വാപ്പയുണ്ടോ? വയസ്സായ ഉമ്മയും വാപ്പയുണ്ട്. നീ അവരുടെ കാര്യത്തിൽ ജിഹാദ് നടത്തണം. ജിഹാദിനെ തെറ്റിദ്ധരിച്ച ഒരുപാട് മുസ്ലിങ്ങളും ഒരുപാട് അമുസ്ലിങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നോക്കൂ, ഉപ്പാന്റെ നേരെ വാളെടുത്ത് ചാടണമെന്നല്ല പറഞ്ഞത്. ഉപ്പായെ നോക്കുന്നതിൽ, ഉമ്മയെ നോക്കുന്നതിൽ അതിൽ നിന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ നോക്കാൻ നീ തയ്യാറാവണമെന്നാ പറഞ്ഞത്. അപ്പോ കുട്ടികളും പിതാവ് കുട്ടികളോടും അതുപോലെ മാതാവ് കുട്ടികളോടും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് നടക്കുന്ന, എല്ലാവരും കൂടെ സ്നേഹത്തിലും ആഹ്ലാദത്തിലും നടക്കുന്ന ഒരു ജീവിതം മാത്രമേ അത് ഹയാത്തൻ ത്വയ്യിബ, ജീവിതത്തിലെ സുന്ദരമായ സൗഭാഗ്യമുള്ള ഒരു ജീവിതമായി മാറുകയുള്ളൂ. ആ ജീവിതത്തിനാണ് അവർ ഇവിടെ പ്രവർത്തിച്ചതിനേക്കാൾ ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്ത് ഞാൻ നൽകുന്നത് എന്ന്. മറിച്ച് നമുക്കറിയാം, ഇന്ന് മുസ്ലിം വീടുകളിൽ, ശരിക്കു പറഞ്ഞാൽ മുസ്ലിം വീടുകളിൽ കുടുംബകലഹം എന്നൊരു കാഴ്ചപ്പാടിനുണ്ടാവാൻ പാടില്ല. ഒരു കൺസെപ്റ്റ് തന്നെ വരരുത്. കുടുംബകലഹം, ആത്മഹത്യ, കൊലപാതകം, ഇതൊന്നും ഒരു മുസ്ലിം കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പോലും പാടില്ല എന്നാണ് ശരിക്കും അതിന്റെ കാഴ്ചപ്പാട്. എന്താ കാരണം? ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി നിലനിർത്തിയാൽ അതുണ്ടാകില്ല. നോക്കൂ, ഖുർആൻ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്.
കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് ഹുന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന. ഈ ഒരൊറ്റ ആയത്ത് മാത്രം ഒരു മുസ്ലിം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? വളരെ വിശാലമാണ്. ഹുന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന. ഞാൻ എന്തിനാ കുപ്പ ഷർട്ടിട്ടത്, നിങ്ങൾ എന്തിനാ ഷർട്ടിട്ടത്, നിങ്ങൾ എന്തിനാ ഔറത്ത് മറച്ചത്, നിങ്ങളുടെ മനുഷ്യന്മാർ കാണാൻ ആഗ്രഹിക്കരുതേ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലങ്ങൾ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പോരായ്മകള്, നിങ്ങളുടെ ന്യൂനതകള് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ ആഗ്രഹിക്കാത്ത ഭാഗങ്ങൾ മറ്റുള്ളവർ അതിലേക്ക് പ്രവേശിക്കാനോ നോക്കാനോ പാടില്ല എന്നതുകൊണ്ട് നിങ്ങളത് മറക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭർത്താവിന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മറച്ചു വെക്കുന്നവളായിരിക്കണം സ്ത്രീ. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മറച്ചു വെക്കുന്നവനായിരിക്കണം പുരുഷൻ. ഇന്ന് നിങ്ങൾക്കറിയോ, വിവാഹം കഴിഞ്ഞാൽ 1ാമത്തെ ദിവസം മുതൽ തന്നെ പലപ്പോഴും ഇന്റർവ്യൂ ആണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ആദ്യമായി ഈ വീട്ടിലേക്ക് പെണ്ണ് പോയി വന്നാൽ ആദ്യമായി ചോദിക്കും, ആരൊക്കെയാണ് നിന്റെ വീട്ടിലുള്ളത്? അവിടെ അമ്മായിമ്മണ്ടോ, നാത്തൂനുണ്ടോ, പേരക്കുട്ടിയുണ്ടോ? ശരിക്ക് ഈ പേരുകൾ തന്നെ എവിടുന്ന് വന്നതാ? ഉമ്മാന്റെ സ്ഥാനം പോയി അമ്മായിമ്മയായത്, പെങ്ങളുടെ സ്ഥാനം പോയി നാത്തൂനായത് ആര് കൊണ്ടുവന്ന കാഴ്ചപ്പാടാണ്? ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഭർത്താവിന്റെ ഉമ്മയെ അവനവന്റെ ഉമ്മയെ പോലെ കാണാൻ, ഭാര്യയുടെ ഉമ്മയെ അവനവന്റെ ഉമ്മയെ പോലെ കാണാൻ കഴിയാത്തിടത്തോളം കാലം കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ഞാൻ എവിടെ വായിച്ചു, കല്യാണം കഴിയുമ്പോ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ കേൾക്കുന്ന സ്വഭാവം ഉണ്ടാകും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് അതനുസരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടെ പറയുന്നത് നാട്ടുകാരൊക്കെ കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതാണ് കുടുംബകലഹത്തിന്റെ ഒരു ചുരുങ്ങിയ രൂപം. ഇത് പറഞ്ഞാൽ ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കുട്ടികളും മക്കളൊക്കെ ആകുന്നതോടുകൂടെ നമ്മുടെ കലഹം തീർക്കാൻ അന്യർ ഇടപെടേണ്ട അവസ്ഥ. എന്താ കാരണം? പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രാർത്ഥനകളും ഈ കുടുംബം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതും മറന്നുപോയി എന്നതാണ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിക ചുറ്റുപാടുള്ള ഒരു ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചോൻ എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ലേ? അല്ലദീന യഖൂലൂൻ, ആരാ? ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഓരോ കുടുംബവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, നമുക്കറിയാം. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആലോചിക്കൂ, എന്താണ് അതിന്റെ അർത്ഥം? റബ്ബനാ ഹബ് ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ തരണേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഖുറത അയുൻ, കൺകുളിർമ. മലയാളത്തിൽ അർത്ഥമില്ലാത്തൊരു പദമാണ് ഖുറത അയുൻ എന്ന വാക്ക്. മലയാളത്തിൽ അതിന് ശരിക്കും വിശദീകരിക്കാൻ കഴിയില്ല. ഖുറത അയുൻ. വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുക, രാത്രി അർദ്ധരാത്രിയില് പോലീസ് തെരഞ്ഞു വരിക നമ്മുടെ മക്കളെ. നിങ്ങളാണോ ഹൈദർസിന്റെ പിതാവ്? നിങ്ങളാണോ? അതെ. പക്ഷെ ഹൈദർസ് ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ട്, ഒരു മോശമായ കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. അവൻ ഇവിടെ ഉണ്ടോ? നോക്കൂ, ആ ഒരു പിതാവിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. മക്കൾ കയറി വരിക, 2-3 ആളുകള് കള്ളു കുടിച്ച് 4 കാലിൽ ഇങ്ങനെ നടന്ന് കയറി വരിക വീട്ടിലേക്ക്. ആ ഒരു പിതാവിന്റെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ദുഃഖകരമാണ്. റോഡിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് അടിപിടി കൂടി രക്തമൊലിച്ചുകൊണ്ട് കയറി വരുന്ന മക്കൾ. ആ പിതാവിന്റെ മനസ്സൊന്ന് നോക്കൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് 4-5 മക്കൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ആ ബാപ്പാന്റെ മനസ്സും നിങ്ങളൊന്ന് ആലോചിക്കൂ. 4-5 മക്കള്, പെൺകുട്ടികളും ആൺകുട്ടികളും സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വാപ്പെന്നും പറയാതെ തന്നെ കുട്ടികൾ മുസഹഫ് നിർത്തിവെച്ചിരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ ആ പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിലുണ്ടാകുന്നു ഖുറത്തു അയ്യുൻ. രാത്രിയിൽ ക്രിക്കറ്റ് വലിയ മത്സരം നടക്കുക, കാര്യപ്പെട്ട മത്സരമാണ്. ആ സമയത്ത് നമ്മുടെ മകനതാ ഒരു നല്ല പ്രസംഗത്തിന്റെ CD ഇട്ട് അതങ്ങനെ കേൾക്കുന്നു, പഠിക്കുന്നു. സംശയം ഉപ്പാനോട് ചോദിക്കുന്നു, മോനെ ഇന്ന് ക്രിക്കറ്റിന്റെ മത്സരം നടക്കല്ലേ, നീ ഇപ്പൊ ഇന്ന് ഇതുകൊണ്ട് നടക്കുക? അല്ല വാപ്പ, ഇത് ഞാനൊന്ന് കേൾക്കട്ടെ, എനിക്ക് അതിനേക്കാൾ ഹരമായി തോന്നുന്നത് ഇതാണ്. ആ പിതാവിന്റെ മനസ്സ് ഖുറത്തു അയ്യുൻ, ഖുറത്തു അയ്യുൻ. അത് വെറുതെ ഉണ്ടാവൂല, പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത്തു അയ്യുൻ. എന്റെ മക്കളിൽ നിന്ന്, എന്റെ ഭാര്യയിൽ നിന്ന് ഖുറത്തു അയ്യുൻ എനിക്കുണ്ടാവണം. ഈ ഖുറത്തു അയ്യുനാണ് ഖദീജ ബീവിയിൽ നിന്ന് മഹാനായ പ്രവാചകന് ലഭിച്ചിട്ടുള്ളത്. അതാ മിൻ അസ്വാജിനാ, ഭാര്യമാരിൽ നിന്ന്. ഭാര്യയെ കാണുമ്പോ ഒരു ദിവസം
യാത്ര ചെയ്ത് വൈകിപ്പോയി. പക്ഷേ ഉറങ്ങാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. എഴുന്നേൽക്കൂ, സുബഹി നിസ്കരിച്ച് കിടക്ക, സുബഹി നിസ്കരിക്ക്, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭർത്താവിനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച്, പിശാച്ചാണ്, സുബഹിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ പിശാച്ച് വന്ന് 2-3 കെട്ടിട്ട് കൊടുക്കുന്നതാണ്. അവനങ്ങനെ കിടക്കും, ഉറങ്ങിക്കോ, അലൈക നൗമുൻ തുവീൽ, ഉറങ്ങിക്കോ, ഒരുപാട് ഉറങ്ങാൻ ഇനി സമയമുണ്ട് എന്ന് പിശാച്ചിങ്ങനെ അവനെ കടത്തും. അവൻ എഴുന്നേറ്റാ ഒരു കെട്ടഴിയും, ഒതുകൊടുത്താ വേറൊരു കെട്ടഴിയും, സുബഹിസ്കരിച്ചാ 3-ാമത്തെ കെട്ട് വഴിയുമെന്നാണ്. പക്ഷേ സമ്മതിക്കില്ല. പിശാച്ച് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോ ഭാര്യ വന്ന് പറയുന്നു, ഉറങ്ങണ്ട, എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ എന്ന് പറയുമ്പോ ഭാര്യയിൽ നിന്ന് ഖുറത്തു അയ്യുൻ, ആ ഭർത്താവിന് ലഭിക്കുന്ന നിസ്കാരം കഴിയുന്നത് വരെ ഒരു പക്ഷേ ഭാര്യയെ നമ്മൾ ഉറങ്ങാൻ അയച്ചില്ല, സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് സംസ്കാരം കഴിഞ്ഞാൽ ഭാര്യയോട് നമുക്കുണ്ടാകുന്നത് ഒരു ഖുറത്തു അയ്യുനാണ്. മറിച്ച് പിശാചിന്റെ കൂടി നിങ്ങളിപ്പോ വന്നിട്ടല്ലോ, കടന്നോളി, കുറച്ചും കൂടി കഴിഞ്ഞ് എണീക്ക എന്ന് പറയുന്ന ഭാര്യയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ആ ഭാര്യ നമ്മളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഭാര്യയാണ്, അല്ലേ? അപ്പൊ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണം. എന്താണ് ആ പ്രാർത്ഥന? ഒരു മുത്തഖിക്ക് മാതൃകയാക്കണം. പിതാവ്, മാതാവ്, അതുപോലെ കുട്ടികൾ, കുടുംബങ്ങള്. എന്നും പള്ളിയിലേക്ക് പോകുന്ന ഒരു കുടുംബം അടുത്ത വീട്ടുകാരിങ്ങനെ വീക്ഷിക്കുക, അവര് പോകണ്ടല്ലോ, ഞാനും പോകട്ടെ. നമ്മുടെ കൂടെ അവരും വരാൻ തുടങ്ങി. പിറ്റേന്ന് അടുത്ത കുടുംബം വരാൻ തുടങ്ങി. ആ സമൂഹം മുഴുവനും പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. തുടക്കമിട്ടത് ഈ കുടുംബത്തിൽ നിന്നാണ്. മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാവുക. നല്ലവരേത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ ഞാനുണ്ട്, അതിന്റെ മുൻപന്തിയിൽ എന്റെ പിതാവുണ്ട്, അതിന്റെ മുൻപന്തിയിൽ എന്റെ ഭാര്യയുണ്ട്, അതിന്റെ മുൻപന്തിയിൽ എന്റെ മകനുണ്ട്. ഇത് പറയാൻ സാധിക്കണം. നിങ്ങൾക്കറിയോ, സമയം വളരെ വളരെ പരിമിതമാണ്. 2.5 മണിക്കൂറെങ്കിലും പറയണം എന്നുള്ള ഒരു വിഷയമാണ്. പക്ഷേ ചുരുക്കി സൂചന മാത്രം പറയാം. നിങ്ങൾക്കറിയോ, ഇപ്പൊ നമ്മൾ ഹജ്ജിന്റെ മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബിയെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രിക്കീൻ. ഒരു കുടുംബത്തിന്റെ കാഴ്ചപ്പാട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമൂഹമായിരുന്നു എന്നാണ്. ഒരു സമൂഹം ചെയ്തു തീർക്കേണ്ട അത്ര ഉത്തരവാദിത്തങ്ങളേറ്റ, ഒറ്റയ്ക്ക് ചെയ്തു തീർത്ത ഒരു വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഒരു സമൂഹം വിചാരിച്ചാൽ ചെയ്തു തീർക്കാൻ കഴിയാത്തത്ര ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഷ്ഠിച്ചു അള്ളാഹുവിന്റെ പേരിൽ. ഹനീഫ എന്ന ആദർശത്തെ വിട്ടിട്ടില്ല. നമുക്ക് പലപ്പോഴും പറ്റുന്നത് പല രംഗത്തേക്കും പ്രവേശിക്കുമ്പോൾ ആദർശത്തെ മാറ്റി നിർത്തലാണ്. എന്നാൽ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വലം യശ്കു മിനൽ മുശ്രിക്കീൻ വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഷാക്കിറൻ ലിഅൻഉമിഹി, അനുഗ്രഹത്തിന് നന്ദി ചെയ്ത ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇജ്തബഹു വഹദഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാം, സുമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹിം. മുഹമ്മദ് നബിയെ, താങ്കളിലേക്ക് ഞാൻ ഇതാ വഹ്യ് നൽകുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റാത്തവനെ പറ്റി വിഡ്ഢി എന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലേ? വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ. സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ വിചരിക്കില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യ അനുസരണശീലമുള്ള ഒരു ഭാര്യ, ആ ഇറാഖിൽ നിന്ന് വന്ന് ആരുമില്ലാത്ത സ്ഥലത്ത്, പക്ഷെ അവിടെ പള്ളി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാ സൗകര്യവും നോക്കും, പക്ഷെ പള്ളി നോക്കാറില്ല. കുട്ടികളെ ഹോസ്റ്റലിൽ ചേർക്കുമ്പോൾ, കുട്ടികളെ കലാലയങ്ങളിൽ ചേർക്കുമ്പോൾ അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭൗതിക സാഹചര്യം നോക്കിയില്ല. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. നിന്റെ കഅബത്തിന്റെ അടുത്ത്, കഅബയുടെ അടുത്ത് എന്റെ ഭാര്യയെയും കുട്ടിയെയും ഞാൻ താമസിപ്പിക്കുന്നത് അവിടെ ഒന്നുമുണ്ടെന്ന് കരുതിയിട്ടല്ല. റബ്ബനാ ലിയുഖീമുസ് സ്വലാ, അവർക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടല്ലോ. കുറച്ച് കാരക്ക മാത്രമാണ് കയ്യിലുള്ളത്. തിരിഞ്ഞു നടക്കുന്നു. ഹാജറ ബീവി ചോദിക്കുന്നു, ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? മറുപടിയില്ല. എങ്ങോട്ട് പോകുന്നു? മറുപടിയില്ല. അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? നോക്കൂ, അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിൽക്കുന്നു, ചോദിക്കുന്നു, അതെ അള്ളാഹു പറഞ്ഞിട്ടാ. ശരി, എങ്കിൽ അള്ളാഹു തആല ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ പ്രതികരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സലഫി പ്രസ്ഥാനത്തിന് രാജിവെച്ച് വേറൊരു പാർട്ടി പോകും.
അല്ലേ? അറുക്കണം എന്ന് പറഞ്ഞാലോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പോയിട്ട് പറയാണ്, നിങ്ങളുടെ കുട്ടിനെ വിളിച്ച് പറയാ, ഏതാ പ്രായം? ഫലമ്മാ ബലഗ മഅു സഅയ്, ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായ. പിതാവിനൊരു സൗകര്യം കിട്ടുന്ന സമയത്താണ്. ആ സമയത്താണ് പിതാവ് വിളിച്ചു പറയുന്നത്, മോനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വിളിച്ചിട്ട് നിന്നൊന്ന് അറുക്കണമെന്ന് നമ്മുടെ സംഘടന ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, സർക്കുലർ അയച്ചിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ മക്കളെ അറുക്കാനെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സങ്കല്പിച്ചു നോക്കി. അവൻ വേഗം ഉമ്മാനോട് എന്ന് പറയും, ഉമ്മ ബാപ്പ എന്തൊക്കെ പറയുന്നുണ്ട്. ഉമ്മ വേഗം ആങ്ങളനെ വിളിക്കും, നമ്മുടെ ആളിയാക്കാക്ക് എന്തോ ഒരു സോക്കടുണ്ട്. അങ്ങനെ അടുത്തുള്ള ഏറ്റവും നല്ല ആശുപത്രി ഏതാണെങ്കിൽ എല്ലാവരും പാടെ കൂട്ടിപ്പിടിച്ച് അവൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഡോക്ടർ 2 ദിവസത്തെ ഗുളിക കൊടുക്കും. കത്തിയും മടാളൊന്നും മോന് കിട്ടുന്നിടത്ത് വെക്കണ്ടെന്നും പറഞ്ഞ് പതുക്കെ വിടും, തിരിച്ചു വിടും. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ ചെയ്തത്? അറുക്കണമെന്ന് അറുക്കാനോട് പറഞ്ഞപ്പോ മകൻ അത് പോയിട്ട് വേറെ ആരോട് ഉമ്മാനോട് പറയല്ല ചെയ്തത്, നമ്മോട് പറയണ്ട, അവിടെ അറുത്തോളി കേട്ടോ. അതാണ് പഠിപ്പിക്കലിന്റെ മര്യാദ. അങ്ങനെ കുട്ടികളൊപ്പം കൊണ്ടുവന്ന് പഠിപ്പിച്ചു. കാബ നിർമ്മിക്കാൻ പോകുമ്പോ എന്തിനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയത്? മര്യാദ പഠിപ്പിക്കാനാ. നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിന് പോകും, നമ്മൾ ജമാഅത്തിന് പോകും. സുബഹി ജമാഅത്തിന് ഞാൻ കണ്ടിടത്തോളം സ്ഥലത്തൊന്നും കുട്ടികൾ ഉണ്ടാകാറില്ല. പക്ഷെ നമ്മുടെ വാപ്പാരും വലിയ പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാകലുള്ളൂ, കുട്ടികൾ ഉണ്ടാകില്ല. സുബഹിക്ക് അവനെ വിളിക്കണ്ട, അതാണ് അവസ്ഥ. പാവല്ലേ, ഉറങ്ങിക്കോട്ടെ. സുബഹിക്ക് വലിയ ആളുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബ നിർമ്മിക്കുമ്പോ കൊണ്ടുപോയി ഇസ്മായിലിനെ. ആ ഇസ്മായിലിനോടാ പറഞ്ഞത്, നിന്നെ അറുക്കണമെന്ന് കണ്ട് പിന്നെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ അറുത്തോളൂ, ഷർട്ടും മുണ്ടൊക്കെ മാറ്റി വെക്കണം, ഉമ്മാടെ കയ്യിൽ കണ്ണിൽ പെടണ്ട, രക്തം കാണണ്ട, കമഴ്ത്തിട്ട് അറുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് 100% സഹകരിക്കുന്ന ഒരു മകൻ. ഈ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ ഈ ഒരു ക്ലാസ് കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാണ്, സമയമല്ല, 1 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ആശയം, ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കുടുംബം അങ്ങനെയായി മാറാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താം. ശ്രമം നടത്തണം. ശ്രമം നടത്തിയ വിജയിക്കും. വിജയിച്ചു എന്ന മാതൃകയാണ് ഇബ്രാഹിം നബിയിലുള്ളത്. വിജയിച്ചു എന്ന മാതൃകയാണ് മുഹമ്മദ് നബിയിലുള്ളത്. വിജയിച്ചു എന്ന മാതൃകയാണ് പ്രവാചകന്മാരിലൊക്കെ ഉള്ളത്. പ്രവാചകന്മാരൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ചവരല്ല, കല്യാണം കഴിച്ച് കൂട്ടുകുടുംബമായി ജീവിച്ചവരാണ്, അല്ലെ? വലഖദ് അർസൽനാ റുസുലൻ വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യമാരുണ്ടായിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും മക്കളുണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് പേരക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. മാതൃകയാണ്. പക്ഷേ പേച്ചു പോയാൽ വാപ്പ ഇന്ന ആളായിരുന്നു, അതുകൊണ്ട് മകനും പോട്ടെ സ്വർഗത്തിലേക്ക് എന്ന് വിചാരിക്കൂല. അങ്ങനെ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പ രക്ഷപ്പെട്ടിട്ടില്ല. എത്ര നല്ല ഇബ്രാഹിം നബി ആയിരുന്നു. പക്ഷെ വാപ്പാനെ രക്ഷപ്പെടുത്താൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിക്ക് മകനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പോരാ. അള്ളാന്റെ തൗഫീഖും വേണം. അതിനാ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയുൻ. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഫിറഔനെ രക്ഷപ്പെടുത്താൻ ആസിയ ബീവിക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ? റബ്ബിന്റെ തൗഫീഖ് ഉണ്ടായില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബപരമായ മാതൃക നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അത് പരമാവധി നമ്മൾ മക്കൾക്ക് ഉപദേശിക്കുക. നമുക്കറിയാം, വിവരം കിട്ടിയവരൊക്കെ ചെയ്ത കാര്യം അതാ. ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകൻ പോലും അല്ലായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. എന്നിട്ടും ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായമുണ്ട്. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന് വിവരം കിട്ടിയെന്നാ പറഞ്ഞത്, ഹിക്മത്ത് കിട്ടിയെന്നാണ്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. എന്താ ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നു, യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരുപാട് ഖൈർ കിട്ടിയെന്നാണ്. ഹിക്മത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖൈർ കിട്ടി, ഇൽമ് കിട്ടി. വലഉൽ അശ്യാഇ ഫി മൗളിഇഹി എന്ന് അറബിയിൽ പറയാം. ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ് കിട്ടി എന്നാണ്. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷന്റെ വ്യാഖ്യാനം. അത് കിട്ടിയിട്ട് ലുഖ്മാൻ അലൈഹി സ്വലാം എന്താ ചെയ്തെന്ന് അറിയാം? നമ്മുടെ നാട്ടിൽ ഹിക്മത്ത് കിട്ടിയ ആളുകളൊക്കെ ചന്ദ്രനിൽ പോയിട്ട് പടച്ചോനെ കണ്ടില്ല, ഇനി ചൊവ്വേ പോയോക്കട്ടെ, അവിടെ പടച്ചോണ്ടോ നോക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ വിവരമുണ്ട് തോന്നുന്ന ആളുകൾ ചിന്തിക്കാറ്. ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാം പറഞ്ഞ അനിഷ്കുറില്ല, പടച്ചതമ്പുരാനെ കണ്ടെത്താൻ ശ്രമിച്ചു എന്നാണ്. എന്നിട്ടുടനെ തന്നെ കുട്ടിയെ വിളിച്ച് ഉപദേശിച്ചു. പല കാര്യങ്ങളും കുട്ടിക്ക് പഠിപ്പിച്ചു. ആദ്യം തൗഹീദിനെ പറ്റി പഠിപ്പിച്ചു, പരലോക ബോധമുണ്ടാക്കി തീർത്തു, സ്വഭാവം നന്നാക്കാൻ പഠിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും സ്വഭാവം നന്നാവണം. നിങ്ങൾക്കറിയോ, മഹദി ഖദീജ ബീവി, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖദീജ ബിൻ ആയിഷ ബീവിയോട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ചോദിച്ചൊരു ചരിത്രമുണ്ട്. ആയിഷ ബീവിയോട് വന്നിട്ട് നബിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടോ?
നമ്മുടെ ഭാര്യനോട് പോയി ചോദിച്ചാൽ അങ്ങനെ പറയും സലഫി തന്നെയാണ്, നാളെ സലഫി നഗറിലേക്കൊക്കെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുക്കി മോറിന് തുടങ്ങിയ അതിന്റെ അർത്ഥം എന്താ അറിയോ? സ്വഭാവം പോരാന്നാണ്. മറിച്ച് എന്റെ ഭർത്താവ് ഒരു സലഫിയാണ്, ഒരു സലഫി ആദർശക്കാരനുണ്ടാവേണ്ട മുഴുവൻ ചിട്ടവട്ടങ്ങളും ഉള്ളവനാണ് എന്റെ ഭർത്താവ് എന്ന് തുറന്നു പറയാൻ ആർക്ക് സാധിക്കണം? ഒരു ഭാര്യക്ക് സാധിക്കണം. ഭർത്താവിനോട് നിന്റെ ഭാര്യ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യ ഒരു ഒറിജിനൽ സലഫി ആദർശക്കാരിയാണെന്ന് തുറന്നു പറയാൻ മുഖ്യമൊരണ്ടാ പോരാ, ഭർത്താവിന് കഴിയണം. നിന്റെ മകൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ മകൻ ഒരു സലഫി ആദർശമുണ്ടെന്ന് പറയാൻ ഒരു ആദർശ വക്താവിന് കഴിയണം. സലഫി ആദർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശമാണ്. അതെങ്ങനെയുള്ള ആദർശമാണ്? ഹനീഫൻ, നേർക്കുനേരെയുള്ള ആദർശമാണ്. നൂലാമാലകളില്ല, കെട്ടിക്കുടുക്കുകളില്ല. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള നേർക്കുനേരെയുള്ള ബന്ധം, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള നേർക്കുനേരെയുള്ള ബന്ധം. ആ ആദർശത്തിലേക്ക് നാം എത്താൻ, നമ്മുടെ മക്കളെത്താൻ, നമ്മുടെ ഭാര്യമാരെത്താൻ, നമ്മുടെ കുടുംബം എത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ ദുആ സദാസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമ്മേളനം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബം നന്നാവാനുള്ള ഒരു കാര്യമെങ്കിലും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ നേടിയെങ്കിൽ നമ്മൾ വിജയിച്ചു. അതല്ലാതെ സമ്മേളനമൊക്കെ ഉഷാറായി, കണ്ടമാന ആളുകൾ ഉണ്ടായിരുന്നു, ചോറ് നന്നായിരുന്നു, ബിരിയാണി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് പോയി എന്നല്ലാതെ പരലോകത്ത് നമുക്ക് നമ്മുടെ സമ്മേളനം ഉപകരിക്കില്ല. അതുകൊണ്ട് ഈ സമ്മേളനം പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നേരത്തെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടു, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു ബിഹി വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಸೇರಿರುವ ಹಾಗೂ ಆಸುಪಾಸಿನಲ್ಲಿರುವಂತಹ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಅಲ್ಲಾಹನ ನಿಯಮ ನಿರ್ದೇಶನಗಳನ್ನು ಜೀವನದುದ್ದಕ್ಕೂ ಪಾಲಿಸಿಕೊಂಡು ಮುತ್ತಕಿಗಳು ಮುಖ್ಲಿಸುಗಳು ಆಗಿ ಜೀವಿಸಲು ಪ್ರಥಮವಾಗಿ ನನ್ನಲ್ಲೂ ಅದೇ ರೀತಿ ಇಲ್ಲಿ ಸೇರಿರುವಂತಹ ಪ್ರತಿಯೋರ್ವ ಸತ್ಯವಿಶ್ವಾಸಿಗಳಲ್ಲೂ ವಿನಂತಿಸ್ತೇನೆ. ಅಲ್ಲಾಹನು ಹಾಗೆ ಜೀವಿಸುವಂತಹ ಸೌಭಾಗ್ಯವನ್ನು ನಮಗೆಲ್ಲರಿಗೂ ಸಹ ದಯಪಾಲಿಸಿ ಅನುಗ್ರಹಿಸಿರಿ. ಇವತ್ತು ತಮ್ಮ ಮುಂದೆ ಪ್ರತಿಪಾದಿಸಲಿಕ್ಕೆ ನನಗೆ ನೀಡಿರುವಂತಹ ವಿಷಯ ತೌಹೀದ್ ಆಗಿದೆ. ತೌಹೀದ್ ಎಂಬ ಈ ಪದ ವಹದ್ ಎಂಬ ಪದದಿಂದ ಉದ್ಭವಗೊಂಡಿದೆ. ವಹದ್ ಎಂದರೆ ತನ್ನ ಅಸ್ತಿತ್ವ ಮತ್ತು ಗುಣವಿಶೇಷಣಗಳಲ್ಲಿ ಸರಿಸಾಟಿ ಇಲ್ಲದಂತಹ ಅಥವಾ ಮತ್ತು ಅಪ್ರತಿಮವಾದ ಅಸ್ತಿತ್ವವನ್ನು ಈ ಪದ ಸೂಚಿಸುತ್ತದೆ. ಹಾಗಿರುವಾಗ ತೌಹೀದ್ ಎಂದರೆ ಅತ್ಯುನ್ನತನಾದಂತಹ ಅಲ್ಲಾಹನು ಅವನ ಅಸ್ತಿತ್ವ ಮತ್ತು ಗುಣವಿಶೇಷಣಗಳಲ್ಲಿ ಸರಿಸಾಟಿ ಇಲ್ಲದಂತಹ ಅಪ್ರತಿಮನಾಗಿರುವನು. ಅಂದರೆ ಅಲ್ಲಾಹನಿಗೆ ಸರಿಸಾಟಿ ಇಲ್ಲ, ಅವನು ಅಪ್ರತಿಮನಾಗಿರುವನು. ಯಾವುದರಲ್ಲಿ? ಅವನ ಅಸ್ತಿತ್ವ ಮತ್ತು ಅವನ ಗುಣವಿಶೇಷಣಗಳಲ್ಲಿ. ಇದನ್ನು ತೌಹೀದ್ ನಮಗೆ ಸೂಚಿಸುತ್ತದೆ. ಅಂದರೆ ಯಾವುದೂ ಸಹ ಅಲ್ಲಾಹನ ಹೊರತಾದ ಯಾವುದೂ ಸಹ ಅಸ್ತಿತ್ವ ಮತ್ತು ಗುಣವಿಶೇಷಣದಲ್ಲಿ ಅಲ್ಲಾಹನ ಹಾಗೆ ಇಲ್ಲ. ಇದಾಗಿದೆ ತೌಹೀದಿನಿಂದ ನಮಗೆ ಅರ್ಥ ಆಗುವುದು. ಈ ತೌಹೀದನ್ನು ಪಂಡಿತರು, ಇಸ್ಲಾಮಿ ವಿದ್ವಾಂಸರು 3 ವಿಧದಲ್ಲಿ ವಿಂಗಡಿಸಿಕೊಂಡು ನಮಗೆ ವಿವರಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವು ಯಾವುವೆಂದರೆ ತೌಹೀದ್ ಫಿಲ್ ರುಬೂಬಿಯ್ಯಾ, ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯ್ಯಾ ಮತ್ತು ತೌಹೀದ್ ಅಲ್ ಅಸ್ಮಾ ವಸ್ಸಿಫಾತ್. ತೌಹೀದ್ ಫಿಲ್ ರುಬೂಬಿಯ್ಯಾ ಅಂದರೆ ಅಲ್ಲಾಹನೇ ನಮ್ಮ ಸೃಷ್ಟಿಕರ್ತ, ಅವನೇ ನಮ್ಮ ನಿಯಂತ್ರಕ,
ಅವನೇ ನಮ್ಮನ್ನು ಪರಿಪಾಲಿಸುವವ ಮತ್ತು ಅವನೇ ಆಗಿದ್ದಾನೆ ನಮ್ಮನ್ನು ಸಂಹರಿಸುವವ. ನಮಗೆ ನಮ್ಮ ಅನ್ನದಾತನು, ಅದೇ ರೀತಿ ನಮ್ಮ ಸೃಷ್ಟಿಕರ್ತನು, ನಮಗೆ ಜೀವವನ್ನು ನೀಡುವವನು, ನಮ್ಮನ್ನು ಮರಣಗೊಳಿಸುವವನು ಏಕೈಕನಾದಂತಹ ಅಲ್ಲಾಹು ಮಾತ್ರವಾಗಿದೆ ಎಂಬ ವಿಶ್ವಾಸವಾಗಿದೆ ಇಲ್ಲಿ ತೌಹೀದ್ ಫಿರ್ ರುಬೂಬಿಯ ಎಂಬುದರಿಂದ ನಾವು ಅರ್ಥ ಮಾಡುವುದು. ಅಲ್ಲಾಹನು ಹೇಳ್ತಾನೆ, ಹಲ್ ಮಿನ್ ಖಾಲಿಕಿನ್ ಗೈರುಲ್ಲಾಹಿ ಯರ್ಜುಕುಕುಂ ಮಿನಸ್ ಸಮಾಇ ವಲ್ ಅರ್ದ್. ಹಲ್ ಮಿನ್ ಖಾಲಿಕಿನ್ ಗೈರುಲ್ಲಾಹ್, ಅಲ್ಲಾಹನ ಹೊರತಾಗಿ ಖಾಲಿಕ್ ಸೃಷ್ಟಿಕರ್ತನಾಗಿ ಯಾರಾದರೂ ಇದ್ದಾನೆ? ಎಂತಹ ಸೃಷ್ಟಿಕರ್ತ? ಯರ್ಜುಕುಕುಂ ಮಿನಸ್ ಸಮಾಇ ವಲ್ ಅರ್ದ್, ಭೂಮ್ಯಾಕಾಶಗಳಲ್ಲಿ ನಿಮಗೆ ಆಹಾರ ನೀಡುವಂತಹ, ರಿಸ್ಕ್ ನೀಡುವಂತಹ ಒಬ್ಬ ಸೃಷ್ಟಿಕರ್ತ ಅಲ್ಲಾಹನ ಹೊರತು ಇನ್ನಾರಾದರೂ ಇದ್ದಾರೆ? ಅಂದರೆ ಅಲ್ಲಾಹನು ಮಾತ್ರವಾಗಿದ್ದಾನೆ ಸೃಷ್ಟಿಕರ್ತ, ಅಲ್ಲಾಹನು ಮಾತ್ರವಾಗಿದ್ದಾನೆ ರಬ್, ಅಲ್ಲಾಹು ಮಾತ್ರವಾಗಿದ್ದಾನೆ ಖಾಲಿಕ್, ಅಲ್ಲಾಹನು ಮಾತ್ರವಾಗಿದ್ದಾನೆ ನಮ್ಮನ್ನ ನಿಯಂತ್ರಿಸುವವ, ಇಡೀ ಜಗತ್ತನ್ನ, ಅಖಿಲ ಬ್ರಹ್ಮಾಂಡವನ್ನ ನಿಯಂತ್ರಿಸುವವ ಆ ಅಲ್ಲಾಹು ಮಾತ್ರವಾಗಿದ್ದಾನೆ ಎಂಬ ವಿಶ್ವಾಸವನ್ನ ಇಲ್ಲಿ ತೌಹೀದ್ ಫಿಲ್ ರುಬೂಬಿಯದಲ್ಲಿ ನಾವು ಅರ್ಥ ಮಾಡ್ತೇವೆ. ಇನ್ನು ಎರಡನೇದಾಗಿ ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯ, ಅಂದರೆ ಅಲ್ಲಾಹನಿಗೆ ಮಾತ್ರ ಆರಾಧನೆ ಸಲ್ಲಬೇಕು. ಆರಾಧನೆಯು ಅಲ್ಲಾಹನ ಹೊರತಾಗಿ ಇತರ ಯಾರಿಗೂ ಸಹ ಸಲ್ಲಿಸಬಾರದು. ಆರಾಧನೆಯ ಘನದಲ್ಲಿ ಸೇರುವ ಯಾವುದೆಲ್ಲ ಇದೆಯೋ ಅದು ಪ್ರಾರ್ಥನೆಯಾಗಲಿ, ಹರಕೆಯಾಗಲಿ, ಅಥವಾ ಬಲಿ ಅರ್ಪಿಸುವುದಾಗಲಿ, ಅಥವಾ ಇತರ ಯಾವುದೇ ವಿಷಯಗಳಾಗಲಿ ಅವೆಲ್ಲವೂ ಸಹ ಅಲ್ಲಾಹನಿಗೆ ಮಾತ್ರ ಅರ್ಪಿಸಬೇಕು ಎಂಬ ವಿಶ್ವಾಸವನ್ನ ನಾವಿಲ್ಲಿ ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯದಲ್ಲಿ ಕಲಿತೇವೆ. ಅಲ್ಲಾಹನು ಹೇಳ್ತಾನೆ, ಒಮಾ ಖಲಕ್ತುಲ್ ಜಿನ್ನ ವಲ್ ಇನ್ಸ ಇಲ್ಲಾ ಲಿಯಅಬುದೂನ್. ಸೂರತು ದಾರಿಯಾತ್ನ 56ನೇ ಸೂಕ್ತದಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುವುದು, ಒಮಾ ಖಲಕ್ತುಲ್ ಜಿನ್ನ ವಲ್ ಇನ್ಸ, ಜಿನ್ ಮತ್ತು ಮನುಷ್ಯ ವರ್ಗವನ್ನ ನಾನು ಸೃಷ್ಟಿಸಿಲ್ಲ ಯಾವುದಕ್ಕೆ ಬೇಕಾಗಿ ಹೊರತು, ಇಲ್ಲಾ ಲಿಯಅಬುದೂನ್, ನನ್ನನ್ನು ಮಾತ್ರ ಆರಾಧಿಸುವುದಕ್ಕಾಗಿ ಅಲ್ಲದೆ ನಾನು ಜಿನ್ ಮತ್ತು ಮನುಷ್ಯ ವರ್ಗವನ್ನ ಸೃಷ್ಟಿಸಿಲ್ಲ. ಆದ್ದರಿಂದ ಅಲ್ಲಾಹನು ನಮ್ಮನ್ನ ಮತ್ತು ಜಿನ್ ಮತ್ತು ಮನುಷ್ಯರನ್ನ ಸೃಷ್ಟಿಸಿರುವುದರ ಉದ್ದೇಶವೇ ಏನು? ಅವನನ್ನು ಮಾತ್ರ ಆರಾಧಿಸುವುದಾಗಿದೆ. ಆದ್ದರಿಂದ ಇಲ್ಲಿ ನಾವು ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯವನ್ನ ಕಲಿತೇವೆ. ಇನ್ನು ಮೂರನೇದಾಗಿರುವುದು ತೌಹೀದ್ ಫಿಲ್ ಅಸ್ಮಾ ವ ಸಿಫಾತ್, ಅಂದರೆ ಅಲ್ಲಾಹ್ ಮತ್ತು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರವರು ಅಲ್ಲಾಹನನ್ನು ಯಾವ ಹೆಸರಿನಲ್ಲಿ ಕರೆದಿದ್ದಾರೋ, ಅದೇ ರೀತಿ ಅಲ್ಲಾಹನನ್ನು ಹೇಗೆ ವಿಶೇಷಿಸಿರುವರೋ ಅದನ್ನು ಅದೇ ರೀತಿ ವಿಶ್ವಾಸವಿಡುವುದು, ವ್ಯಾಖ್ಯಾನವಿಲ್ಲದೆ, ನಿರಾಕರಣೆ ಇಲ್ಲದೆ, ರೂಪ ಸಂಕಲ್ಪವಿಲ್ಲದೆ, ಅಥವಾ ಅದನ್ನು ಇತರ ವಿಷಯಗಳೊಂದಿಗೆ ಸಾದೃಶ್ಯಗೊಳಿಸದೆ, ಸಮಾನಗೊಳಿಸದೆ ಅದೇ ರೀತಿ ಅದನ್ನು ವಿಶ್ವಾಸವಿಡುವುದು, ಅದರಲ್ಲಿ ವಿಶ್ವಾಸವಿಡುವುದು. ಇದಾಗಿದೆ ತೌಹೀದ್ ಫಿಲ್ ಅಸ್ಮಾ ವ ಸಿಫಾತ್. ಈ ಮೂರು ವಿಧದ ತೌಹೀದ್ಗಳನ್ನು ನಾವು ಕಲಿತು ಅದನ್ನು ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿದ್ರೆ ನಾವು ಮುವಹಿದ್ಗಳಾಗ್ತೇವೆ. ಇಲ್ಲಿ ಈ ಮೂರು ವಿಧ ತೌಹೀದ್ಗಳಲ್ಲಿ ಈ ಲೋಕದ ಆದಿಯಿಂದ ಹಿಡಿದು ಇಂದಿನವರೆಗಿನ ಸರ್ವ ಮುಶ್ರಿಕ್ಗಳು ವ್ಯತಿಚರಿಸಿ ಹೋದದ್ದು ತೌಹೀದ್ ಫಿಲ್ ಅಸ್ಮಾ, ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯ ಮತ್ತು ತೌಹೀದ್ ಅಲ್ ಅಸ್ಮಾ ಸಿಫಾತಿನಲ್ಲಾಗಿತ್ತು. ಯಾವ ಮುಶ್ರಿಕರೂ ಸಹ ತೌಹೀದ್ ಫಿರ್ ರುಬೂಬಿಯದಲ್ಲಿ ವ್ಯತಿಚರಿಸಿ ಹೋಗಿರಲಿಲ್ಲ. ಅವರು ಅಲ್ಲಾಹನು ರಬ್ ಎಂದು ವಿಶ್ವಾಸವಿಟ್ಟಿದ್ರು, ಅವರು ಅಲ್ಲಾಹನು ಖಾಲಿಕ್ ಎಂದು ವಿಶ್ವಾಸವಿಟ್ಟಿದ್ರು. ಇದನ್ನು ನಾವು ಕುರ್ಆನ್ನಲ್ಲೇ ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಅಂತೂ ಈ ಮೂರು ತೌಹೀದ್ಗಳಲ್ಲಿ ಯಾವುದೇ ವಿಷಯದಲ್ಲಿ ಯಾರಾದರೂ ಅಲ್ಲಾಹನಿಗೆ ಸಹಭಾಗಿಗಳನ್ನು ಉಂಟು ಮಾಡಿದ್ದೆ ಆದರೆ ಅವನು ಮುಶ್ರಿಕಾಗಿ ಮಾರ್ಪಡ್ತಾನೆ, ಅವನು ಶಿರ್ಕ್ ಮಾಡಿದವನಾಗಿ ಮಾರ್ಪಾಡ್ತಾನೆ. ಯಾರು ಅವನನ್ನು ಮುಶ್ರಿಕ್ ಎಂದು ಕರೆಯಬೇಕಾಗಿಲ್ಲ, ಆದರೆ ಅಲ್ಲಾಹನ ಲಿಸ್ಟಿನಲ್ಲಿ ಅವನು ಮುಶ್ರಿಕ್ಗಳ ಪಟ್ಟಿಯಲ್ಲಿ ಸೇರಿಬಿಡ್ತಾನೆ. ಆದ್ದರಿಂದ ನಾವು ನಮ್ಮನ್ನ ಸ್ವಯಂ ಅದರಿಂದ ಕಾಪಾಡಬೇಕಾಗಿದೆ. ಇನ್ನು ಇಲ್ಲಿ ಈ ವಿಷಯ ಅಂದರೆ ತೌಹೀದ್ ಫಿರ್ ರುಬೂಬಿಯದಲ್ಲಿ ಮಕ್ಕಾದ ಮುಶ್ರಿಕರು ಸಹ ವಿಶ್ವಾಸವಿಟ್ಟಿದ್ದರು. ಇದು ಕೇವಲ ಬಾಯಿ ಮಾತಲ್ಲ ಅಥವಾ ಸಲಫಿಗಳು ಹೇಳುವಂತಹ ಒಂದು ವಾದವಲ್ಲ, ಬದಲಾಗಿ ಅಲ್ಲಾಹನೇ ಕುರ್ಆನಿನಲ್ಲಿ ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ, ಅಂದರೆ ಸೂರತ್ ಯೂನಿಸ್ನ 31ನೇ ಸೂಕ್ತದಲ್ಲಿ ನಮಗೆ ವಿವರಿಸಿಕೊಡ್ತಾನೆ. ಅಲ್ಲಾಹನು ಕೇಳ್ತಾನೆ, ಅಲ್ಲಾಹನು ಅವರಲ್ಲಿ ಕೇಳಲಿಕ್ಕೆ ಹೇಳ್ತಾನೆ, ಏನಂದ್ರೆ ಕುಲ್, ಅವರೊಂದಿಗೆ ಕೇಳಿರಿ. ಯಾರೊಂದಿಗೆ? ಅಬೂ ಜಹಲ್ನೊಂದಿಗೆ, ಉತ್ಬತ್ನೊಂದಿಗೆ, ಅಬೂ ಲಹಬ್ನೊಂದಿಗೆ ಮೊದಲಾದ ಆ ಮುಶ್ರಿಕಗಳೊಂದಿಗೆ, ಮಕ್ಕಾದಲ್ಲಿದ್ದಂತಹ ಆ ಮುಶ್ರಿಕಗಳೊಂದಿಗೆ ನೀವು ಕೇಳಿರಿ. ಏನು ಕೇಳಬೇಕು? ಮೈ ಯರ್ಜುಕುಕುಂ ಮಿನಸ್ ಸಮಾಇ ವಲ್ ಅರ್ದ್, ಭೂಮ್ಯಾಕಾಶಗಳಿಂದ ನಿಮಗೆ ರಿಜ್ಕನ್ನು ನೀಡುವವರು ಯಾರು ಎಂದು ಅವರಲ್ಲಿ ಕೇಳಿ ನೋಡಿರಿ. ಅದೇ ರೀತಿ ಅಮ್ಮನ್ ಯಮ್ಲಿಕು ಸಮ್ ವಲ್ ಅಬ್ಸಾರ್, ಸಮ್ ಮತ್ತು ಅಬ್ಸಾರ್, ಕೇಳುವ ಮತ್ತು ಕಾಣುವಂತಹ ಆ ಶಕ್ತಿಯನ್ನ ಯಾರು ನಿಯಂತ್ರಿಸ್ತಾರೆ, ಯಾರ ಮುಲ್ಕ್ನಲ್ಲಿ ಅದು ಇದೆ ಎಂದು ನೀವು
ನೀವು ಅವರಲ್ಲಿ ಕೇಳಿ ನೋಡಿರಿ. ಅದೇ ರೀತಿ ಒಮೈ ಯುಖ್ರಿಜುಲ್ ಹಯ್ಯ ಮಿನಲ್ ಮಯ್ಯಿತ್ ವಯುಖ್ರಿಜುಲ್ ಮಯ್ಯಿತ ಮಿನಲ್ ಹೈ, ಅಂದರೆ ಮಯ್ಯಿತಿನಿಂದ ನಿರ್ಜೀವಿಯಿಂದ ಸಜೀವಿಯನ್ನು, ಸಜೀವಿಯಿಂದ ನಿರ್ಜೀವಿಯನ್ನು ಹೊರತರುವವನು ಯಾರು ಎಂದು ಆ ಮುಶ್ರಿಕಗಳೊಂದಿಗೆ ಕೇಳಿ ನೋಡಿರಿ. ಇನ್ನೊಂದು ಪ್ರಶ್ನೆಯನ್ನು ಅವರಲ್ಲಿ ಕೇಳಲಿಕ್ಕೆ ಅಲ್ಲಾಹನು ಹೇಳುವುದು ಒಮೈ ಯುದಬ್ಬಿರುಲ್ ಅಮ್ರ, ವಿಷಯಗಳ ಅಮ್ರನ ಕಾರ್ಯಗಳ ನಿಯಂತ್ರಣ ಯಾರದ್ದಿದೆ ಎಂದು ಅವರಲ್ಲಿ ಕೇಳಿ ನೋಡಿರಿ. ಅವರಲ್ಲಿ ಕೇಳಿ ನೋಡಿದ್ರೆ, ನೀವು ಕೇಳಿ ನೋಡಿರಿ ಎಂದು ಅಲ್ಲಾಹನು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಲ್ಲಿ ಹೇಳಿ ನಂತರ ನಮಗೆ ಹೇಳಿಕೊಡ್ತಾನೆ. ಅಲ್ಲಾಹನು ಅವರು ಹೇಳುವರು, ಅವರು ಏನು ಹೇಳ್ತಾರೆ, ಫಸಯಕೂಲೂನಲ್ಲಾಹ್, ಅವರು ಖಂಡಿತವಾಗಿ ಹೇಳ್ತಾರೆ ಇದೆಲ್ಲವೂ ಅಲ್ಲಾಹನಾಗಿದ್ದಾನೆ. ಆದ್ದರಿಂದ ರಾಜಿಕ್ ಅಲ್ಲಾಹನು, ನಮಗೆ ಜೀವ ನೀಡುವವನು ಮರಣ ನೀಡುವವನು ಅಲ್ಲಾಹನು ಎಂಬಿತ್ಯಾದಿ ವಿಷಯಗಳಲ್ಲಿ ಆ ಮಕ್ಕಾದ ಮುಶ್ರಿಕ್ಗಳು ವಿಶ್ವಾಸವಿಟ್ಟಿದ್ದರು. ಆದರೂ ಸಹ ಅವರು ಮುಶ್ರಿಕ್ಗಳಾಗಿ ಹೋದದ್ದು ತೌಹೀದ್ ಫಿಲ್ ಉಲೂಹಿಯಾ ಮತ್ತು ತೌಹೀದ್ ಅಲ್ ಅಸ್ಮಾ ವ ಸಿಫಾತಿನಲ್ಲಿ ಅಲ್ಲಾಹನಿಗೆ ಸಹಭಾಗಿಗಳನ್ನು ಏರ್ಪಡಿಸಿದ ಕಾರಣದಿಂದಾಗಿತ್ತು. ಈ ರೀತಿ ಹಲವಾರು ಸೂಕ್ತಗಳಲ್ಲಿ ನಮಗೆ ಆ ಮುಶ್ರಿಕಗಳ ವಿಶ್ವಾಸವನ್ನು ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಯಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಅವರ ವಿಶ್ವಾಸ ಯಾವ ರೀತಿ ಇತ್ತು. ಇಂದಿನ ಮುಸ್ಲಿಂ ಸಮುದಾಯದ ಬಹುತೇಕ ಜನರು ಅಲ್ಲಾಹನಲ್ಲಿ ವಿಶ್ವಾಸವಿಟ್ಟ ಅದೇ ರೀತಿಯಲ್ಲಿ ಅವರಿಗೂ ಸಹ ವಿಶ್ವಾಸವಿತ್ತು. ಆದ್ದರಿಂದ ನಾವು ಅದರ ಬಗ್ಗೆ ವ್ಯಥೆಪಟ್ಟು ಅಥವಾ ನಮ್ಮನ್ನು ಮುಶ್ರಿಕ್ ಎಂದು ಹೇಳ್ತಾರೆ ಎಂದು ಬೇಜಾರಾಗಿ ಪ್ರಯೋಜನವಿಲ್ಲ. ಸ್ವಯಂ ನಮ್ಮ ವಿಶ್ವಾಸವನ್ನು ನಾವು ದುರಸ್ತಿ ಮಾಡಬೇಕಾಗಿದೆ. ಇಲ್ಲಿ ಯಾವುದೆಲ್ಲ ವಿಷಯದಲ್ಲಿ ನಮ್ಮ ಇಂದಿನ ಮುಸ್ಲಿಂ ಸಮುದಾಯ ವ್ಯತಿಚಲಿಸಿದೆ, ತೌಹೀದನ ಯಾವುದೆಲ್ಲ ವಿಷಯದಲ್ಲಿ ವ್ಯತಿಚಲಿಸಿದೆ ಎಂದು ನಾವು ಪಟ್ಟಿ ಮಾಡಲಿಕ್ಕೆ ಹೋದರೆ ಅದು ತುಂಬಾ ಉದ್ದದ ಒಂದು ಪಟ್ಟಿ ಆಗ್ತದೆ. ಅದರಲ್ಲಿ ಕೆಲವನ್ನು ಮಾತ್ರ ತಮ್ಮ ಮುಂದೆ ಇಟ್ಟುಕೊಂಡು ನಾನು ನನ್ನ ಮಾತುಗಳನ್ನು ನಿಲ್ಲಿಸ್ತೇನೆ. ಒಂದನೆಯದಾಗಿ ಪ್ರಾರ್ಥನೆ ಅದು ಆರಾಧನೆಯಾಗಿದೆ. ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ನಮಗೆ ಹೇಳಿಕೊಟ್ರು, ಅದ್ದುಆಹು ಹುವಲ್ ಇಬಾದ, ದುಆ ಅದುವೇ ಆಗಿದೆ ಆರಾಧನೆ, ಇಬಾದತ್. ನುಅಮಾನ್ ಬಿನ್ ಬಶೀರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರಿಂದ ವರದಿಯಾಗುವಂಥ ಒಂದು ಹದೀಸಿನಲ್ಲಿ ಅವರು ವರದಿ ಮಾಡ್ತಾರೆ, ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳಿದ್ರು, ಪ್ರಾರ್ಥನೆ ಅದುವೇ ಆಗಿದೆ ಆರಾಧನೆ ಎಂದು ಹೇಳಿದ ಬಳಿಕ ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಒಂದು ಸೂಕ್ತವನ್ನ, ಕುರ್ಆನಿನ ಒಂದು ಸೂಕ್ತವನ್ನ ಓದಿ ಹೇಳ್ತಾರೆ. ಅದೇನೆಂದ್ರೆ, ವಕಾಲ ರಬ್ಬುಕುಂ, ನಿಮ್ಮ ಪ್ರಭು ಹೇಳಿರ್ತಾನೆ, ಉದುಊನಿ, ನೀವು ನನ್ನಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ, ನೀವು ನನ್ನಲ್ಲಿ ದುಆ ಮಾಡಿರಿ, ಅಸ್ತಜಿಬು ಲಕುಂ, ನಿಮಗೆ ನಾನು ಉತ್ತರ ನೀಡ್ತೇನೆ. ಇನ್ನಲ್ಲದೀನ ಯಸ್ತಕ್ಬಿರೂನ ಅನ್ ಇಬಾದತಿ, ಯಾರಾದರೂ ನನ್ನ ಇಬಾದತಿನಲ್ಲಿ, ನನ್ನನ್ನು ಆರಾಧಿಸುವುದರಲ್ಲಿ ಅಥವಾ ನನ್ನನ್ನು ಕರೆದು ಪ್ರಾರ್ಥಿಸುವುದರಲ್ಲಿ ಅಹಂಕಾರ ಪಟ್ಟು ವಿಮುಖರಾಗುವುದಾದರೆ ಅವರೇನಾಗ್ತಾರೆ, ಸಯದ್ಖುಲೂನ ಜಹನ್ನಮ ದಾಖಿಲೀನ್, ಅವರು ನಾಳೆ ಪರಲೋಕದಲ್ಲಿ ಯೌಮುಲ್ ಕಿಯಾಮತ್ನಲ್ಲಿ ನಿಂದ್ಯರಾಗಿ ಅಪಮಾನಿತರಾಗಿ ನರಕವನ್ನು ಪ್ರವೇಶಿಸುವರು. ಆದ್ದರಿಂದ ಈ ಆಯತಿನಿಂದ ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಈ ಆಯತನ್ನು ದಲೀಲ್ ಮಾಡಿಕೊಂಡು, ಪುರಾವೆ ಮಾಡಿಕೊಂಡು ದುಆ ಅದು ಆರಾಧನೆ ಎಂದು ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ಕಲಿಸಿಕೊಡ್ತಾರೆ. ಇದೇ ರೀತಿ ಹಲವಾರು ಸೂಕ್ತಗಳಿಂದ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಅಲ್ಲಾಹನಲ್ಲಿ ಮಾತ್ರ ಆಗಿರಬೇಕು ಎಂಬ ವಿಷಯವನ್ನ ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಯಬಹುದು. ಅದೇ ರೀತಿ ಸೂರತುಲ್ ಕಸಸ್ನಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳ್ತಾನೆ, ವಲಾ ತದ್ഉ ಮಅಲ್ಲಾಹಿ ಇಲಾಹನ್ ಆಖರ, ವಲಾ ತದ್ഉ, ನೀವು ದುಆ ಮಾಡಬಾರದು, ಪ್ರಾರ್ಥಿಸಬಾರದು. ಯಾರೊಂದಿಗೆ? ಮಅಲ್ಲಾಹಿ, ಅಲ್ಲಾಹನೊಡನೆ ಇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಬಾರದು. ನೀವು ಅಲ್ಲಾಹನೊಂದಿಗೆ ಮಾತ್ರ ಪ್ರಾರ್ಥಿಸಬೇಕು. ಅಲ್ಲಾಹನಿಗೆ ಸಹಭಾಗಿಗಳನ್ನಾಗಿ ಮಾಡಿ ಇತರ ಯಾರೊಂದಿಗೂ ಸಹ ಪ್ರಾರ್ಥಿಸಬಾರದು ಎಂದು ಸ್ಪಷ್ಟವಾಗಿ ಅಲ್ಲಾಹನು ಈ ಸೂಕ್ತದಲ್ಲೂ ಸಹ ಅಲ್ಲಾಹನು ಹೇಳ್ತಾನೆ. ಅದೇ ರೀತಿ ಹಲವಾರು ಸೂಕ್ತಗಳಲ್ಲಿ ಇನ್ನೊಂದು ಸೂಕ್ತ ಅಂದ್ರೆ ಸೂರತ್ ಯೂನಿಸ್ನ 106ನೇ ಸೂಕ್ತದಲ್ಲಿ ಅಲ್ಲಾಹನು ನಮಗೆ ಈ ವಿಷಯವನ್ನು ವ್ಯಕ್ತಗೊಳಿಸುವುದು ಹೇಗೆಂದ್ರೆ, ವಲಾ ತದ್ಉ, ನೀವು ಪ್ರಾರ್ಥಿಸಬಾರದು, ಮಿನ್ ದೂನಿಲ್ಲಾಹಿ, ಅಲ್ಲಾಹನ ಹೊರತಾದ ಯಾರೊಂದಿಗೂ ಸಹ ನೀವು ಪ್ರಾರ್ಥಿಸಬಾರದು. ಆ ಅಲ್ಲಾಹನ ಹೊರತಾದವರು ಎಂತಹವರು? ಮಾಲಾ ಯಂಫಉಕ ವಲಾ ಯದುರ್ರುಕ, ಅವರು ನಿಮಗೆ ಯಾವುದೇ ಪ್ರಯೋಜನವನ್ನಾಗಲಿ ಉಪಕಾರವನ್ನಾಗಲಿ ಉಪದ್ರವವನ್ನಾಗಲಿ ಮಾಡದವರಾಗಿದ್ದಾರೆ. ಫೈನ್ ಫಅಲ್ತ, ನೀವಲ್ಲಾದರೂ ಆ ರೀತಿ ಮಾಡಿದ್ದೇ ಆದ್ರೆ, ಅಂದ್ರೆ ಅಲ್ಲಾಹೇತರ ಯಾರೊಂದಿಗಾದರೂ ನೀವು ಪ್ರಾರ್ಥಿಸಿದ್ದೇ ಆದ್ರೆ ಏನಾಗ್ತದೆ? ಫಇನ್ ಫಅಲ್ತ ಫಇನ್ನಕ ಇದಂ ಮಿನಲ್ ಝಾಲಿಮೀನ್, ನೀವು ಹಾಗೆ ಮಾಡಿದ್ದೇ ಆದ್ರೆ ನೀವು ಝಾಲಿಮ್ಗಳಾಗ್ತೀರಿ, ಝುಲ್ಮ್ ಮಾಡುವವರಾಗ್ತೀರಿ, ಅಕ್ರಮಿಗಳಾಗ್ತೀರಿ. ಇದು ಅಲ್ಲಾಹನು ನೀಡಿದ ಒಂದು ಸರ್ಟಿಫಿಕೇಟ್. ಯಾವ ಸರ್ಟಿಫಿಕೇಟ್? ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸುವವರು ಝುಲ್ಮ್ ಮಾಡುವವರು ಅಕ್ರಮಿಗಳು ಎಂದಾಗಿದೆ. ಆದರೆ ಈ ಸರ್ಟಿಫಿಕೇಟ್ ಇದನ್ನು ಇಷ್ಟು ಸ್ಪಷ್ಟವಾಗಿ ಅಲ್ಲಾಹನು ನಮ್ಮ ಮುಂದೆ ಹೇಳಿರುವಾಗ ನಮ್ಮ ಸಮುದಾಯದಲ್ಲಿ ಪ್ರಚಾರ ಪಡಿಸುವಂತಹ ಹಲವಾರು ಪತ್ರಿಕೆಗಳಲ್ಲಿ ನಮಗೆ ಓದಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದೇನೆಂದ್ರೆ, ಉದಾಹರಣೆಗೆ ಇದು ಅರ್ ರಶಾದ್
ಎಂಬಂತಹ ದಕ್ಷಿಣ ಕನ್ನಡ ಸುನ್ನಿ ಸೆಂಟರ್ನ ಪ್ರಥಮ ಸ್ಮರಣ ಸಂಚಿಕೆಯಾಗಿದೆ. ಇದರ 41ನೇ ಪುಟದಲ್ಲಿ ಅವರು ಬರೆಯುವುದು ಹೇಗೆಂದರೆ, ಅವರ ಸಮಾಧಿ ಸಂದರ್ಶಿಸುವುದು, ಅವರನ್ನ ಮಧ್ಯವರ್ತಿಗಳನ್ನಾಗಿ ಅಲ್ಲಾಹನಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದು, ಅವರು ಅಲ್ಲಾಹನ ಉತ್ತಮ ದಾಸರೆಂಬ ನಿಲುವಿನಲ್ಲಿ ಅವರೊಂದಿಗೆ ನೇರವಾಗಿ ಯಾಚಿಸುವುದು, ಅವರ ಹೆಸರಲ್ಲಿ ಹರಕೆ ಹೊತ್ತು ಬಡ ಬಗ್ಗರಿಗೆ ದಾನ ನೀಡುವುದು, ದೀನಿ ಸಂಘ ಸಂಸ್ಥೆಗಳನ್ನು ಸ್ಥಾಪಿಸುವುದು ಮುಂತಾದವೆಲ್ಲವೂ ಅವರನ್ನು ಗೌರವಿಸುವುದರ ಸುಂದರ ಸಂಕೇತವಾಗಿದೆ. ಈ ಪಟ್ಟಿಯಲ್ಲಿ ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ನೇರವಾಗಿ ಪ್ರಾರ್ಥಿಸುವುದು, ಆ ವ್ಯಕ್ತಿಗಳನ್ನ, ಅಲ್ಲಾಹನ ಔಲಿಯಾಗಳನ್ನ ಗೌರವಿಸುವುದರ ಸುಂದರ ಸಂಕೇತ ಅಂತ ಹೇಳ್ತಾರೆ. ಆದರೆ ಅಲ್ಲಾಹನು ನಮ್ಮಲ್ಲಿ ಹೇಳುವುದು, ಹಾಗೆ ಪ್ರಾರ್ಥಿಸುವವರು ಅಕ್ರಮಿಗಳಾಗಿದ್ದಾರೆ. ಅಷ್ಟು ಮಾತ್ರವಲ್ಲ, ಅಲ್ಲಾಹನು ಇನ್ನೊಂದು ಸೂಕ್ತದಲ್ಲಿ ನಮಗೆ ಅವರಿಗೆ ನೀಡುವಂತಹ ಬ್ಯಾಡ್ ಸರ್ಟಿಫಿಕೇಟ್ ಅನ್ನು ನೋಡಿ, ಒಮನ್ ಅದಲ್ಲು ಮಿಮ್ಮನ್ ಯದುಉ ಮಿನ್ ದೂನಿಲ್ಲಾಹ್. ಒಮನ್ ಅದಲ್ಲು, ಅತಿಯಾಗಿ ದಾರಿ ಕೆಟ್ಟವರು ಯಾರಿದ್ದಾರೆ. ಪ್ರಥಮವಾಗಿ ಒಂದು ಸೂಕ್ತದಲ್ಲಿ ಹೇಳಿದ್ದು ಅಕ್ರಮಿಗಳಾಗಿದ್ದಾರೆ, ಇಲ್ಲಿ ಹೇಳುವುದು ದಾರಿ ಕೆಟ್ಟವರು, ಅತಿಯಾಗಿ ದಾರಿ ಕೆಟ್ಟವರು. ಯಾರು ಅತಿಯಾಗಿ ದಾರಿ ಕೆಟ್ಟವರು? ಒಮನ್ ಅದಲ್ಲು ಮಿಮ್ಮನ್ ಯದುಉ ಮಿನ್ ದೂನಿಲ್ಲಾಹ್. ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸುವವರಿಗಿಂತ ಅತಿಯಾಗಿ ದಾರಿ ಕೆಟ್ಟವರು ಯಾರಿದ್ದಾರೆ? ಆ ಪ್ರಾರ್ಥಿಸಲ್ಪಡುವವರು ಎಂತಹವರು? ಮಲ್ಲ ಯಸ್ತಜೀಬು ಲಹು ಇಲಾ ಯೌಮಿಲ್ ಕಿಯಾಮ. ಅವರು ಕಿಯಾಮತ್ ದಿನದವರೆಗೂ ಸಹ ಉತ್ತರ ನೀಡದಂತಹ ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸುವವರು ದಾರಿ ಕೆಟ್ಟವರಾಗಿದ್ದಾರೆಂದು ಅಲ್ಲಾಹನು ಇಲ್ಲಿ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳ್ತಾನೆ. ಆದ್ದರಿಂದ ನಾವು ಮುಸ್ಲಿಮರಾದಂತಹ, ಮುಅ್ಮಿನ್ಗಳಾದಂತಹ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕಾದದ್ದು ಅಲ್ಲಾಹನು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಾಹನೊಂದಿಗೆ ಮಾತ್ರವಾಗಿರಬೇಕು. ಇತರ ಯಾರೊಂದಿಗೂ ಸಹ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಯಾವುದೇ ರೀತಿಯ ಪುರಾವೆಗಳನ್ನು ಯಾವ ಗ್ರಂಥಗಳಲ್ಲೂ, ಯಾವುದೇ ಕುರ್ಆನ್ ಅಥವಾ ಇತರ ಯಾವುದೇ ಸಹೀಹಾದ ಹದೀಸನ ಗ್ರಂಥಗಳಲ್ಲಿ ನಮಗೆ ಕಾಣಲು ಸಾಧ್ಯವಿಲ್ಲ. ಇದೇ ರೀತಿ ಹಲವಾರು ಸೂಕ್ತಗಳಲ್ಲಿ ಅಷ್ಟು ಮಾತ್ರವಲ್ಲ, ಅಲ್ಲಾಹನು ಹೇಳುವುದೇನೆಂದರೆ ಅಲ್ಲಾಹೇತರರ ಸಾಮರ್ಥ್ಯದ ಬಗ್ಗೆ ಅಲ್ಲಾಹನು ಹೇಳುವುದು, ಅವರಿಗೆ ಒಂದು ಖರ್ಜೂರದ ಪೊರೆಯಷ್ಟು ಸಹ ಸಾಮರ್ಥ್ಯವಿಲ್ಲ. ಅದನ್ನ ಸೂರತ್ ಫಾತಿರ್ನ 13-14ನೇ ಸೂಕ್ತಗಳಲ್ಲಿ ಈ ವಿಷಯವನ್ನು ನಮಗೆ ಓದಿ ತಿಳಿಯಬಹುದು. ಅದೇ ರೀತಿ ಇನ್ನೊಂದು ಸೂಕ್ತದಲ್ಲಿ ಅಲ್ಲಾಹನು ಆ ವಿಷಯವಾಗಿ ಹೇಳುವುದು ಸೂರತ್ ಸಬನಲ್ಲಿ, ಅವರಿಗೆ ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸ್ತಾರಲ್ಲ, ಅಥವಾ ಅಲ್ಲಾಹೇತರರಿಗೆ ಒಂದು ಅಣು ತೂಕದ ಸಾಮರ್ಥ್ಯವೂ ಇಲ್ಲ. ಒಂದು ಖರ್ಜೂರದ ಪೊರೆ, ಅಂದರೆ ಖರ್ಜೂರದ ಬೀಜದ ಮೇಲಿರುವಂತಹ ಆ ಪೊರೆ, ಅದು ನಾವು ಊದಿದರೆ ಹಾರಿ ಹೋಗುವಂತಹ ಪೊರೆ, ಅಷ್ಟು ಸಾಮರ್ಥ್ಯ ಅಲ್ಲಾಹನ ಮುಂದೆ ಇತರರಿಗಿಲ್ಲ. ಅಂತಹವರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿಕೊಂಡು ನಮಗೆ ಏನು ಲಭಿಸಲಿಕ್ಕಿದೆ? ನಾಳೆ ಪರಲೋಕದಲ್ಲಿ ಜಹನ್ನಂ ಹೊರತು ಇನ್ನೇನೂ ಸಹ ಅದರಿಂದ ಲಭಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಆದ್ದರಿಂದ ನಾವು ಅಲ್ಲಾಹನೊಂದಿಗೆ ಮಾತ್ರ ಪ್ರಾರ್ಥಿಸುವಂತಹ ವ್ಯಕ್ತಿಗಳಲ್ಲಿ ನಾವು ಸೇರಲಿಕ್ಕೆ ಶ್ರಮಿಸಬೇಕಾಗಿದೆ. ಇದು ಕುರ್ಆನ್ ನಮಗೆ ನೀಡುವಂತಹ ಪಾಠವಾಗಿದೆ. ಇದು ಕುರ್ಆನ್ ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ನೀಡುವಂತಹ ಪಾಠವಾಗಿದೆ. ಆದರೆ ಈ ವ್ಯಕ್ತಿಗಳು ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ, ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರೊಂದಿಗೂ, ಬದ್ರ್ ಶುಹದಾಗಳೊಂದಿಗೂ, ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರವರೊಂದಿಗೂ ಪ್ರಾರ್ಥಿಸ್ತಾರೆ. ಪ್ರಾರ್ಥಿಸುವುದು ಮಾತ್ರವಲ್ಲ, ಹಾಗೆ ಪ್ರಾರ್ಥಿಸುವುದು ಅನುವದನೀಯವಾಗಿದೆ. ಕೆಲವೊಮ್ಮೆ ಅದು ಉತ್ತಮವಾಗಿದೆ ಎಂದೂ ಸಹ ಇವರು ಹೇಳಲಿಕ್ಕೆ ಅಂಜುವುದಿಲ್ಲ. ಉದಾಹರಣೆಗೆ ಒಂದು ಪುಸ್ತಕ ಫತಾವಾ ಮುಹಿಯುಸ್ಸುನ್ನಾ, ಇದು ಫತಾವಾ ಮುಹಿಯುಸ್ಸುನ್ನಾ ಪೊನ್ಮಲ ಅಬ್ದುಲ್ ಖಾದರ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ಬರೆದಂತಹ ಗ್ರಂಥ. ಇದರ 70ನೆಯ ಪುಟದಲ್ಲಿ ಒಂದು ಪ್ರಶ್ನೆಗೆ ಉತ್ತರ ನೀಡ್ತಾ ಇವರು ಹೇಳುವುದೇನೆಂದರೆ, ಪ್ರಶ್ನೆ ಹೀಗಿದೆ: ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರೇ, ನನ್ನ ಪಾಪ ಮನ್ನಿಸಿರಿ ಎಂಬ ಇಸ್ತಿಗಾಸ ಸಮ್ಮತಾರ್ಹವೇ? ಹೌದಾದಲ್ಲಿ ಓ ಅಲ್ಲಾಹ್, ನನ್ನ ಪಾಪ ಮನ್ನಿಸು ಎಂಬ ಇಸ್ತಿಗಾಸ ರಹಿತ ಪ್ರಾರ್ಥನೆ ಉತ್ತಮವೇ? ಇದಕ್ಕೆ ನೀಡುವ ಉತ್ತರ ಸಮ್ಮತಾರ್ಹವಾಗಿದೆ. ಕಾರಣವೇನೆಂದರೆ, ಒಬ್ಬ ಮುಸ್ಲಿಮನು ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರೇ ನನ್ನ ಪಾಪ ಮನ್ನಿಸಿ ಎಂದು ಯಾಚಿಸಿದರೆ ರೋಗ ಗುಣಪಡಿಸುವಾತ ಅಲ್ಲಾಹನಾಗಿರುವನೆಂಬ ನಂಬಿಕೆಯಲ್ಲಿ ನನ್ನ ರೋಗ ಶಮನಗೊಳಿಸಿರಿ ಎಂದು ವೈದ್ಯರಲ್ಲಿ ಮೊರೆ ಇಡುವ ಮುಮಿನಿಗೆ ಸಮಾನವಾಗಿದೆ. ಅಂದರೆ ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರಲ್ಲಿ ಕೇಳುವುದು ನಾವು ಡಾಕ್ಟರ್ ಹತ್ರ ಹೋಗಿ ಮದ್ದು ಕೇಳುವುದಕ್ಕೆ ಸಮಾನವಾಗಿದೆ, ಅಥವಾ ಒಂದು ಜೀನಸ್ ಅಂಗಡಿಯಲ್ಲಿ ಹೋಗಿ ಸಕ್ಕರೆ ಕೇಳುವುದಕ್ಕೆ ಸಮಾನವಾಗಿದೆ. ಆದರೆ ನಾವೆಲ್ಲಿಯೂ ಸಹ ನೋಡಲಿಲ್ಲ, ಒಬ್ಬ ಜೀನಸ್ ಅಂಗಡಿ ನಡೆಸುವವ ಒಬ್ಬ ಔಲಿಯ ಆಗಿದ್ರೆ ಅವನು ಮರಣಗೊಂಡ ಬಳಿಕ ಬೆಳಿಗ್ಗೆ ಚಹಾ ಮಾಡಲಿಕ್ಕೆ ಸಕ್ಕರೆ ಮುಗಿದು ಹೋದ್ರೆ ಆ ದರ್ಗಾದ ಬಳಿ ಇವನ ಮನೆ ಇದ್ರೆ ನನಗೆ ಸಕ್ಕರೆ ನೀಡು ಎಂದು ಯಾರಾದರೂ ಪ್ರಾರ್ಥಿಸುದುಂಟೆ? ಅಥವಾ ಯಾರದಾದರೂ ಬೆನ್ನು ಮುರಿದು ಹೋದ್ರೆ, ಅಥವಾ ಯಾರದಾದರೂ ಎಲುಬು ಮುರಿದು ಹೋದ್ರೆ, ಯಾವುದಾದ್ರೂ ಡಾಕ್ಟರ್ಗಳು, ವೈದ್ಯರುಗಳು ಮರಣಗೊಂಡು ಹೋಗಿದ್ರೆ ಅವರ ಕಬರ್ನ ಬಳಿ ಹೋಗಿ, ಅವರ ಸ್ಮಶಾನದಲ್ಲಿ ಹೋಗಿ ಅವರಲ್ಲಿ ನನ್ನ ಈ ಎಲುಬನ್ನು ಸರಿಪಡಿಸಿಕೊಡು ಎಂದು ಪ್ರಾರ್ಥಿಸಿದ್ದನ್ನು ನಾವು ಎಲ್ಲೂ ಕಾಣುವುದಿಲ್ಲ. ಅಂತೂ ಇದು ಒಂದು ಬಾಲಿಶವಾದಂತಹ ವಾದವಾಗಿದೆ. ಇನ್ನು ಇದಕ್ಕೆ ಉತ್ತರ ತುಂಬಾ ಉದ್ದದಲ್ಲಿ ನೀಡ್ತಾ ಇನ್ನೊಂದು ವಾಕ್ಯವನ್ನು ನಾನು ನಿಮ್ಮ ಮುಂದೆ ಇಡ್ತೇನೆ. ಅದೇನೆಂದ್ರೆ, ಅತಿ ಅಪಾಯಕಾರಿಯಾದಂತಹ ವಾಕ್ಯ: ಮನಃಶಾಂತಿ ಮತ್ತು
ಪಾಪ ಮನ್ನಿಸುವುದೆಂಬ ಶುಭ ನಿರೀಕ್ಷೆಯು ಇಸ್ತಿಗಾಸದ ಮೂಲಕವೇ ಕೆಲವರಿಗೆ ಸಿಗುವಂತಿದ್ದರೆ ಅವರಿಗೆ ಇಸ್ತಿಗಾಸವೇ ಉತ್ತಮ. ಅಂದ್ರೆ ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸುವ ಇಸ್ತಿಗಾಸ ಅದುವೇ ಆಗಿದೆ ಅವರಿಗೆ ಉತ್ತಮ. ಎಷ್ಟೊಂದು ಅಪಾಯಕಾರಿಯಾಗಿ ಈ ಸಮುದಾಯವು ಚಲಿಸುತ್ತಾ ಇದೆ ಎಂಬುದನ್ನು ನಾವು ಇಲ್ಲಿ ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಯಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಇನ್ನು ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿದ್ರೆ, ಅವರಿಗೆ ತಿಳಿಯದಂತ ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ್ರೆ, ಮಲಯಾಳಂ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ್ರೆ, ಅಥವಾ ಇತರ ಯಾವುದಾದರೂ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ್ರೆ ಅವರಿಗೆ ಅದು ಹೇಗೆ ಅರ್ಥವಾಗ್ತದೆ? ಈ ಪ್ರಶ್ನೆಗೂ ಸಹ ಇವರ ಬಳಿ ಸ್ಪಷ್ಟವಾದಂತಹ ಆದರೆ ಬಾಲಿಶವಾದಂತಹ ಉತ್ತರವನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಇದೇ ಪುಸ್ತಕದ 66ನೇ ಪುಟದಲ್ಲಿ ಅವಳು ಪ್ರಶ್ನೆಗೆ ಉತ್ತರ ನೀಡುವುದು, ಇಂಗ್ಲಿಷ್, ಕನ್ನಡ ಮುಂತಾದ ಅರಬೇತರ ಭಾಷೆಯಲ್ಲಿ ಕರೆದರೆ ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರಿಗೆ ತಿಳಿದೀತೆ? ಅದಕ್ಕೆ ಖಂಡಿತವಾಗಿಯೂ ತಿಳಿದೀತು. ಮುಹಿದ್ದೀನ್ ಶೇಖ್ರವರನ್ನು ಯಾವ ಭಾಷೆಯಲ್ಲಿ ಕರೆದರೂ ಅವರ ಹೆಸರನ್ನಷ್ಟೇ ಕರೆಯುತ್ತಿದ್ದು, ಭಾಷೆ ವ್ಯತ್ಯಾಸವಾದರೂ ಹೆಸರು ಬದಲಾಗುವುದಿಲ್ಲವಲ್ಲ. ಇನ್ನು ಹೆಸರೆತ್ತಿ ಕರೆದ ಬಳಿಕ ಹೇಳುವ ವಿಷಯಗಳು ಹಲವಾರು ಭಾಷೆಯಲ್ಲಾಗುವಾಗ ಅದು ಹೇಗೆ ತಾನೇ ತಿಳಿದೀತು ಎಂಬುದು ಇಲ್ಲಿನ ಒಳ ಪ್ರಶ್ನೆ. ಅಲ್ಲಾಹುವಿನ ಇಷ್ಟದಾಸರಾದ ಶೇಖ್ರವರ ಬೇಕು ಬೇಡಗಳನ್ನು ಅಲ್ಲಾಹನು ಪೂರೈಸಿಕೊಡುತ್ತಿರುವಾಗ ಆ ಪೈಕಿ ಅವರನ್ನ ಕರೆದ ವಿಚಾರವನ್ನು ತಲುಪಿಸುವುದರಲ್ಲಿ ಏನು ತಡೆಯಿರುವುದಿಲ್ಲ. ಅಂದ್ರೆ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರನ್ನ ಯಾರಾದರೂ ಮಲಯಾಳಂ ಭಾಷೆಯಲ್ಲಿ ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಕರೆದ್ರೆ ಆ ಕರೆಯುವಂತ ಭಾಷೆಯಲ್ಲಿ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ ಆಗಿದ್ದಾರೆ. ಲೋಕದ ಯಾವ ಭಾಷೆಯಲ್ಲಿ ಕಳೆಯುವುದಾದರೂ ಹೆಸರು ಅದೇ ಆಗಿದೆ. ಆಗ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರಿಗೆ ತಿಳಿಯುತ್ತದೆ ನನ್ನನ್ನು ಯಾರೋ ಕರೆದು ಪ್ರಾರ್ಥಿಸಿದ್ದಾರೆ. ಆಗ ಏನಾಗ್ತದೆ? ಅಲ್ಲಾಹನು ಅವರಿಗೆ ಏನನ್ನ ಹೇಳಿದ್ದಾನೆ ಎಂಬ ವಿಷಯವನ್ನು ತಿಳಿಸಿಕೊಡ್ತಾನೆ. ಹಾಗೆ ಉತ್ತರ ನೀಡ್ತಾರೆ. ಯಾಕೆ ಬೇಕು ಈ ವಕ್ರ ದಾರಿ? ಅಲ್ಲಾಹನು ನಮಗೆ ನೇರವಾದಂತಹ ಸಿರಾತುಲ್ ಮುಸ್ತಕೀಮನ್ನು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟಿದ್ದಾನೆ. ಆ ದಾರಿಯಲ್ಲಿ ಚರಿಸಿಕೊಂಡು ಅಲ್ಲಾಹನೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿದ್ರೆ ಸಾಲದೆ, ಯಾಕೆ ಅಲ್ಲಿ ಸ್ಮಶಾನದಲ್ಲಿ ಖಬರ್ನಲ್ಲಿ ಮಲಗಿರುವಂತಹ ಆ ಔಲಿಯಾಗಳಿಗೆ ನೀವು ಕಷ್ಟವನ್ನು ಕೊಡಬೇಕು? ಅವರು ಅಲ್ಲಿ ಶಾಂತವಾಗಿ ಮಲಗಿದ್ರೆ ಸಾಲದೆ. ಇಂತಹ ಹಲವಾರು ಬಾಲಿಶವಾದಂತಹ ವಾದಗಳನ್ನು ನಮಗೆ ಇಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಇನ್ನು ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರು ಹೇಳಿದ್ದೇನು? ಯಾರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರು ನಮ್ಮಲ್ಲಿ ಹೇಳಿದ್ದಾರೆ. ಇದನ್ನು ನಾವು ಹೇಳಿದ್ರೆ, ನಾವು ಅವರ ಗ್ರಂಥಗಳಿಂದ ಉದ್ಧರಿಸಿದ್ರೆ ಕೆಲವೊಮ್ಮೆ ಇವರು ಸ್ವೀಕರಿಸಲಿಕ್ಕೆ ವಿಸಮ್ಮತಿಸಿಯಾರು, ಅಸಮ್ಮತಿಯನ್ನು ತೋರಿಸಿಯಾರು. ಆದರೆ ಇವರದೇ ಇದೇ ಪುಸ್ತಕದ 58ನೆಯ ಪುಟದಲ್ಲಿ ಅವರು ಇದನ್ನ ಸ್ಪಷ್ಟವಾಗಿ ನಮಗೆ ಹೇಳಿಕೊಡ್ತಾರೆ. ಅದೇನೆಂದ್ರೆ, ಒಂದು ಪ್ರಶ್ನೆ, ಅಲ್ಲಾಹನೊಂದಿಗೆ ಮಾತ್ರ ಇಸ್ತಿಗಾಸ ಮಾಡಬೇಕೆಂದು ಮೊಹಿದ್ದೀನ್ ಶೇಖ್ರವರೇ ಹೇಳಿರುವಾಗ ಅವರೊಂದಿಗೆ ಸುನ್ನಿಗಳು ಇಸ್ತಿಗಾಸ ನಡೆಸುತ್ತಿರುವುದು ವಿರೋಧಾಭಾಸವಲ್ಲವೇ? ಅದಕ್ಕೆ ಉತ್ತರ, ಅಲ್ಲ, ವಿರೋಧಾಭಾಸವಲ್ಲ. ಕಾರಣವೇನೆಂದರೆ ಅಲ್ಲಾಹನೊಂದಿಗೆ ಮಾತ್ರವೇ ಇಸ್ತಿಗಾಸ ನಡೆಸಬೇಕೆಂದು ಮೊಹಿದ್ದೀನ್ ಶೇಖ್ ರಹಿಮಹುಲ್ಲಾರವರು ಹೇಳಿಲ್ಲ. ಬದಲು ಆಧ್ಯಾತ್ಮಿಕತೆಯಲ್ಲಿ ತಲ್ಲೀನಗೊಂಡು ಸಂಪೂರ್ಣವಾಗಿಯೂ ಅಲ್ಲಾಹುವಿನಲ್ಲಿ ಲಯನವಾಗಿ ತನ್ನ ಸರ್ವ ಕಾರ್ಯ ಚಟುವಟಿಕೆಗಳಿಗೂ ಅಲ್ಲಾಹನ ಹೊರತು ಮತ್ತೊಂದನ್ನು ಸ್ವೀಕರಿಸದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಾಹುವಿನ ಸಾಮೀಪ್ಯ ಗಳಿಸಿ ವಿಲಾಯತನ ಪದವಿ ತಲುಪಿದ ವ್ಯಕ್ತಿಗಳ ಕುರಿತಾಗಿದೆ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ ರಹಿಮಹುಲ್ಲಾರ್ ಅವರ ಪ್ರಸ್ತುತ ಮಾತು. ಅಂದ್ರೆ ಇಲ್ಲಿ ಸ್ಪಷ್ಟವಾಗುವುದು, ಯಾರಾದರೂ ವಿಲಾಯತನ ಪದವಿಯನ್ನು ಪಡೆದ್ರೆ, ಅಲ್ಲಾಹನ ಸಾಮೀಪ್ಯವನ್ನ ಪಡೆದ್ರೆ ಅವರು ಯಾರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಬೇಕು? ಅಲ್ಲಾಹನಲ್ಲಿ ಮಾತ್ರ. ಆ ರೀತಿ ಯಾರು ಹೇಳಿದ್ದಾರೆ? ಮೊಹಿದ್ದೀನ್ ಶೇಖ್ ರಹಮತುಲ್ಲಾಹಿ ಅವರು ಹೇಳಿದ್ದಾರೆ ಎಂದು ಯಾರು ಹೇಳುವುದು? ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಬೇಕೆಂದು ವಾದಿಸುವವರೇ ಹೇಳಿದ್ದಾರೆ. ಆದ್ದರಿಂದ ನಾವು ಆ ದಾರಿಯನ್ನು ಹಿಡಿದ್ರೆ ಸಾಕು. ಇವರು ಹೇಳುವ ಮತ್ತೊಂದು ದಾರಿ ಉಂಟಲ್ಲ, ವಕ್ರದಾರಿ, ಅದನ್ನು ನಾವು ಹಿಡಿಯಬೇಕಾದಂತಹ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಇದಾಗಿದೆ ಪ್ರಾರ್ಥನೆಯ ವಿಷಯದಲ್ಲಿ ಈ ಜನರು ಇಲ್ಲಿ ಸ್ಪಷ್ಟಪಡಿಸ್ತಾ ಇರುವುದು. ಆದರೆ ಅಲ್ಲಾಹನು ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ಅಲ್ಲಾಹನನ್ನು ಮಾತ್ರ ಆರಾಧಿಸಬೇಕು, ಅಲ್ಲಾಹನಲ್ಲಿ ಮಾತ್ರ ಪ್ರಾರ್ಥಿಸಬೇಕೆಂದು ಹಲವಾರು ಆಯತಗಳಲ್ಲಿ ಕುರ್ಆನಿನ ಮೂಲಕವೂ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ವಚನಗಳ ಮೂಲಕವೂ ನಮಗೆ ಸ್ಪಷ್ಟಪಡಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಹಾಗಿರುವಾಗ ಅದನ್ನು ಸ್ವೀಕರಿಸಿಕೊಂಡು ನಾಳೆ ಪರಲೋಕದಲ್ಲಿ ಸ್ವರ್ಗವನ್ನು ಪಡೆಯುವಂತಹ ಜನರಾಗಿ ಮಾರ್ಪಡಲು ನಾವೆಲ್ಲರೂ ಸಹ ಶ್ರಮಿಸಬೇಕಾಗಿದೆ. ಯಾಕೆಂದ್ರೆ ಯಾರಾದರೂ ಅಲ್ಲಾಹೇತರರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿಕೊಂಡು ಶಿರ್ಕನ್ನ ಮಾಡಿದ್ದೇ ಆದರೆ ಅಲ್ಲಾಹನು ಹೇಳಿರುವುದು, ಒಮನ್ ಯುಶ್ರಿಕ್ ಬಿಲ್ಲಾಹಿ ಫಕದ್ ಹರ್ರಮಲ್ಲಾಹು ಅಲೈಹಿಲ್ ಜನ್ನ. ಯಾರಾದರೂ ಶಿರ್ಕ್ ಮಾಡಿದ್ದೇ ಆದರೆ ಅವನಿಗೆ ನಾಳೆ ಪರಲೋಕದಲ್ಲಿ ಸ್ವರ್ಗವು ನಿಷಿದ್ಧವಾಗಿದೆ. ಆದ್ದರಿಂದ ಅಲ್ಲಾಹನು ಕ್ಷಮಿಸದಂತಹ ಆ ಮಹಾಪಾಪವಾದಂತಹ ಶಿರ್ಕ್ನಿಂದ ನಾವು ವಿಮುಕ್ತಿಯನ್ನು ಪಡೆದು
ಅಲ್ಲಾಹನನ್ನು ಮಾತ್ರ ಆರಾಧಿಸುವಂತಹ ಮುವಹಿದ್ಗಳಾಗಿ ಜೀವಿಸಿಕೊಂಡು, ನಾವು ಅಲ್ಲಾಹನನ್ನು ಮಾತ್ರ ಆರಾಧಿಸುವ ಮುವಹಿದ್ಗಳಾಗಿ ಜೀವಿಸಿಕೊಂಡು ಸ್ವರ್ಗವನ್ನು ಪಡೆಯುವಂತಹ ಸೌಭಾಗ್ಯವಂತರಲ್ಲಿ ಸೇರೋಣ. ಈ ರೀತಿ ತೌಹೀದನ ವಚನಗಳನ್ನು ನಾವು ಹೇಳಿ ಜನರ ಮುಂದೆ ಇಡುವಾಗ ಇವರು ಔಲಿಯಾಗಳನ್ನು ಅಂಬಿಯಾಗಳನ್ನು ದ್ವೇಷಿಸುವವರಾಗಿದ್ದಾರೆ, ಅವರನ್ನು ಪ್ರೀತಿಸುವವರು ಅಲ್ಲ ಎಂದೆಲ್ಲ ಇವರು ನಮ್ಮ ಮೇಲೆ ಹಲವಾರು ಆರೋಪಗಳನ್ನು ಇಡ್ತಾರೆ. ಆದರೆ ಈ ಆರೋಪಗಳೆಲ್ಲವೂ ಸುಳ್ಳಾಗಿದೆ. ಬದಲಾಗಿ ಇಲ್ಲಿ ನಡೆಯುತ್ತಿರುವುದೇನೆಂದರೆ, ಈ ರೀತಿ ಅಲ್ಲಾಹೇತರರನ್ನು ಪ್ರೀತಿಸ್ತೇವೆ, ಅಲ್ಲಾಹನ ಔಲಿಯಾಗಳನ್ನು ಪ್ರೀತಿಸ್ತೇವೆ ಎಂದು ಹೇಳುವವರೇ ಅಲ್ಲಾಹನ ಔಲಿಯಾಗಳನ್ನು ಹೀಯಾಳಿಸ್ತಿದ್ದಾರೆ. ನಾನು ಈಗ ತೋರಿಸಿದಂತಹ ಅದೇ ಪುಸ್ತಕದಲ್ಲಿ ನಿಮಗೆ ನೋಡಬಹುದು, ಅವರು ಅಲ್ಲಾಹನ ಔಲಿಯಾಗಳೇ ಹುಚ್ಚರಿದ್ದಾರೆ ಎಂದು ಸಹ ಬರೆಯಲಿಕ್ಕೆ ಅಂಜಲಿಲ್ಲ. ಸಮಯದ ಅಭಾವದಿಂದ ನಾನು ಅದನ್ನು ನಿಮ್ಮ ಮುಂದೆ ತೋರಿಸಲಿಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ. ಬೇಕಾದರೆ ಅದೇ ಅರ್-ರಶಾದ್ನ ಪುಟದಲ್ಲಿ ಅಲ್-ಹಲ್ಲಾಜಿ ಎಂಬ ವ್ಯಕ್ತಿಯ ಬಗ್ಗೆ ವಿವರಿಸುತ್ತಾ ಈ ರೀತಿ ಅವರು ವಿವರಿಸ್ತಾ ಹೋಗ್ತಾರೆ. ಅಂತೂ ಈ ರೀತಿಯ ವಿಕಲವಾದಂಥ ವಿಶ್ವಾಸಗಳಿಂದ ದೂರವಿದ್ದುಕೊಂಡು ಸರಿಯಾದಂತಹ ನೇರವಾದಂತಹ ದಾರಿಯಲ್ಲಿ ಚಲಿಸಿಕೊಂಡು ಸ್ವರ್ಗವನ್ನು ಪಡೆಯುವ ಸೌಭಾಗ್ಯವಂತರಲ್ಲಿ ಅಲ್ಲಾಹನು ನಮ್ಮನ್ನು ಎಲ್ಲರನ್ನೂ ಸಹ ಸೇರಿಸಲಿ. ಅಲ್ಲಾಹನು ಇಷ್ಟಪಟ್ಟಂತಹ ದಾಸರ ಸಂಘದಲ್ಲಿ ಅಲ್ಲಾಹನು ನಮ್ಮನ್ನು ಎಲ್ಲರನ್ನೂ ಸಹ ಸೇರಿಸಲಿ. ಅಲ್ಲಾಹನ ಆ ಭಯಾನಕವಾದಂತಹ ನರಕದಿಂದ ಅಲ್ಲಾಹನು ನಮ್ಮನ್ನು ಎಲ್ಲರನ್ನೂ ಸಹ ರಕ್ಷಿಸಿ ಕಾಪಾಡಲಿ. ಅಲ್ಲಾಹನ ಸ್ವರ್ಗದಲ್ಲಿ ಸೇರುವಂತಹ ಸೌಭಾಗ್ಯವಂತರಲ್ಲಿ ನಮ್ಮನ್ನು ಅಲ್ಲಾಹನು ನಮ್ಮನ್ನೆಲ್ಲರನ್ನೂ ಸಹ ಸೇರಿಸಲಿ. ರಬ್ಬನಾ ತಕಬ್ಬಲ್ ಮಿನ್ನಾ ಇನ್ನಕ ಅಂತ ಸಮೀಉಲ್ ಅಲೀಮ್ ವತುಬ್ ಅಲೈನಾ ಇನ್ನಕ ಅಂತ ತವ್ವಾಬುರ್ ರಹೀಮ್. ವಾಖಿರು ದಅವಾನಾ ಅನಿಲ್ ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.